നമസ്കാരം. ഛോട്ടാ സിംഗിന് 19 വയസ്സാണ് പ്രായം. പോലീസിലേക്ക് ആളെ എടുക്കുന്ന വിവരമറിഞ്ഞ് റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാനായിട്ടാണ് ഛോട്ടാ സിംഗ് എത്തിയത്. ഛോട്ടാ സിംഗ് എന്ന ആളുകൾ അയാളെ വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അയാളുടെ പേര് കർത്താർ സിംഗ് എന്നാണ്. കർത്താർ സിംഗിനെ ആളുകൾ ഛോട്ടാ സിംഗ് എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. അയാൾക്ക് ആകെ 5 അടി 3 ഇഞ്ച് പൊക്കമേ ഉള്ളൂ. അധികം സൈസ് ഒന്നുമില്ല. കണ്ടാൽ തന്നെ ആളുകൾ അയാളെ ഛോട്ട എന്ന് വിളിച്ചു. ആ ശൈലിയിലുള്ള കർത്താർ സിംഗ് റിക്രൂട്ട്മെന്റ് റാലിയിലെത്തി. റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടാനുള്ള ആളുകളുടെ ആ ക്യൂവിൽ അങ്ങനെ നിൽക്കുകയാണ്. ക്യൂവിലുള്ള ആളുകളെ ഒന്നൊന്നായി ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സെലക്ഷൻ നടത്തുന്ന DCP ഒരു ഇംഗ്ലീഷുകാരനാണ്. അവസാനം കർത്താർ സിംഗിന്റെ ഊഴമെത്തി. കർത്താർ സിംഗിനെ കണ്ടതും DCP അവനൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവനോട് പറഞ്ഞു, ഹേയ് ഇയാളെന്താ ഇവിടെ വന്നേ? സർ, പോലീസ് സെലക്ഷന് ഞാനും വന്നത്. ഇടാ, നിന്നെ ആരെങ്കിലും പോലീസിലേക്ക് എടുക്കൂ? പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ നീ കരുതിയിരിക്കുന്നത്? സർ, പോലീസിന് ശക്തി മാത്രമല്ലല്ലോ സാർ വേണ്ടത്, ബുദ്ധിയും വേണ്ടേ? കർത്താർ സിംഗിന്റെ ആ ചോദ്യം ആ ഇംഗ്ലീഷുകാരനായ DCP ഒരു നിമിഷം ഒന്ന് അമ്പരപ്പിച്ചു എന്ന് പറയാം. പോലീസുകാരന് നല്ല പൊക്കമുണ്ടായിരിക്കണം, നല്ല ശക്തി ഉണ്ടാകണം. ശരിക്കും അയാൾ ഗുണ്ടകളെയൊക്കെ കീഴടക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. ആ ഒരു ബോധമാണ് സെലക്ഷൻ നടത്തുന്ന DCPയുടെ മനസ്സിലുള്ളത്. പക്ഷെ ഇപ്പോ ആ സെലക്ഷന് പങ്കെടുക്കാൻ വന്ന ഈ പറഞ്ഞ യോഗ്യതയൊന്നും ഇല്ലാത്ത ഒരാൾ പറയുകയാണ്, പോലീസുകാരന് ശക്തി മാത്രം പോരാ, ബുദ്ധിയും വേണമെന്ന്. ഹേയ്, നീ പറയും പോലെയൊന്നും അല്ല. ബുദ്ധി കൊണ്ടൊന്നും വലിയ കാര്യമില്ല, ശക്തിയാണ് വേണ്ടത്. സർ, അങ്ങനെയല്ല സർ. ശരിക്കും ബുദ്ധി ഉണ്ടെങ്കിൽ ഏത് കള്ളനെയും നമുക്ക് പിടികൂടാൻ പറ്റും. സർ, അങ്ങ് എനിക്കൊരു ചാൻസ് നൽകുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും അത് അങ്ങേ ബോധ്യപ്പെടുത്താം. ശരിക്കും ഒരു ചലഞ്ചാണ് ആ 19 വയസ്സുകാരനായ ആ രജപുത് ആ ഇംഗ്ലീഷുകാരനായ DCPക്ക് മുന്നിൽ നടത്തിയിരിക്കുന്നത്. അവന്റെ ചലഞ്ച് ആ DCPക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അയാൾ ഛോട്ടാ സിംഗിനോട് പറഞ്ഞു, ഓക്കെ, നിനക്ക് ഞാൻ 2 മാസത്തെ സമയം തരാം. 2 മാസം കൊണ്ട് നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ഒരു പോലീസുകാരനായി നിൽക്കാൻ കഴിയുന്ന ശൈലിയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിന്നെ ഈ ജോലിയിൽ പെർമനന്റ് ആക്കാൻ ഞാൻ നിർദ്ദേശം കൊടുക്കാം. അതുവരെ ഒരു പ്രൊബേഷനായിട്ട് ഈ ജോലി നീ കാണുക. ശരിക്കും DCPക്ക് കർത്താർ സിംഗിന്റെ ആ സംഭാഷണം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അയാൾ കർത്താർ സിംഗിനെ പോലീസിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. പോലീസിലേക്ക് കർത്താർ സിംഗിനെ റെക്കമെൻഡ് ചെയ്ത ആ DCPയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അടുത്ത 2 മാസം കൊണ്ട് ശരിക്കും ഒരു പേര് കർത്താർ സിംഗ് ഉണ്ടാക്കി. കർത്താർ സിംഗ് അയാൾക്കൊപ്പം റിക്രൂട്ട് ചെയ്യപ്പെട്ട മറ്റ് പോലീസുകാരെ മുഴുവൻ ശരിക്കും അമ്പരപ്പിക്കുന്ന ശൈലിയിലാണ് കള്ളന്മാരെ പിടികൂടാനുള്ള അയാളുടെ കഴിവ് ഉപയോഗപ്പെടുത്തിയത്. കർത്താർ സിംഗ് അക്ഷരാർത്ഥത്തിൽ പോലീസാകാൻ ജനിച്ച ഒരാളാണെന്ന് തുടർന്നുള്ള അയാളുടെ ലൈഫ് വിളിച്ചു പറയുകയാണ്. കർത്താർ സിംഗ് ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടക്കുമെന്ന് 100% ഉറപ്പിക്കാൻ കഴിയുന്ന ശൈലിയിലേക്ക് കർത്താർ സിംഗിന്റെ പേര് പതുക്കെ പതുക്കെ അങ്ങനെ ഉയർന്നു വരികയാണ്. അയാളുടെ സമപ്രായക്കാരൊക്കെ അല്ലെങ്കിൽ അയാൾക്കൊപ്പം ജോലി ചെയ്യുന്ന ആളുകളൊക്കെ കർത്താർ സിംഗിനെ ഛോട്ടാ സിംഗ് എന്നാ വിളിക്കുക. പതുക്കെ പതുക്കെ കർത്താർ സിംഗ് കള്ളന്മാരെ പിടികൂടുന്നതിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിലും വലിയൊരു വിജയം തന്നെ വരിച്ചു. കർത്താർ സിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ പ്രതികളെ കോടതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ്. പ്രതികളുടെ മേൽ കർത്താർ സിംഗ് ചുമത്തുന്ന കുറ്റങ്ങൾ ശരിക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ കർത്താർ സിംഗ് അറസ്റ്റ് ചെയ്യുന്ന പ്രതികൾക്ക് കോടതിയിൽ നിന്ന് ഒരു തരത്തിലും ഊരിപ്പോകാൻ പറ്റില്ല. കർത്താർ സിംഗ് ഒരാളെ അറസ്റ്റ് ചെയ്താൽ അതിന്റെ അർത്ഥം അയാൾ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ്. കുറ്റം ചെയ്യാത്ത ഒരാളെ പോലും കർത്താർ സിംഗ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, മറ്റൊരു പ്രത്യേകത കൂടി കർത്താർ സിംഗിനുണ്ട്. കർത്താർ സിംഗ് ഒരിക്കൽ പോലും ഒരാളുടെ കയ്യിൽ നിന്നും ഒരു അണ പൈസ പോലും കൈക്കൂലിയായി വാങ്ങിയിട്ടുമില്ല. പണം മാത്രമല്ല, ഒരു തരത്തിലുള്ള സേവനവും ഒരാളിൽ നിന്നും അനധികൃതമായി നേടാൻ കർത്താർ സിംഗ് ശ്രമിക്കാറില്ല. കർത്താർ സിംഗ് അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒരു വല്ലാത്ത അഭിമാനമാണ്. സകലർക്കും കർത്താർ സിംഗ് ഒരു മോഡലായി മാറി. കർത്താർ സിംഗ് അതിവേഗതയിൽ ശരിക്കും ആ പോലീസ് സേനയിൽ എല്ലാവരും അറിയുന്ന ആളായി മാറിയപ്പോഴാണ് കർത്താർ സിംഗിന് ഒരു ഓപ്പർച്യൂണിറ്റി പുതുതായി കിട്ടുന്നത്. ബ്രിട്ടീഷ് സർക്കാർ ഒരു CID വിഭാഗത്തെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. ഏറ്റവും മിടുക്കരായ പോലീസുകാരെ ചേർത്ത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാനാണ്
സർക്കാരിന്റെ തീരുമാനം. സ്വാഭാവികമായിട്ടും കഥ സിംഗും സെലക്ട് ചെയ്യപ്പെട്ടു. കഥ സിംഗിന് CID പരിശീലനവുമായി ബന്ധിപ്പിച്ച് ഏകദേശം 1 വർഷത്തോളം പരിശീലനം ഉണ്ടായിരുന്നു. ആ പരിശീലനം കഴിഞ്ഞതും ഒരു CID എന്ന നിലയിൽ കഥ സിംഗ് സത്യത്തിൽ പോലീസിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. ഏത് മേഖലയിൽ കഥ സിംഗിനെ നിയോഗിച്ചാലും അവിടെ കഥ സിംഗ് വിജയിക്കും. കഥ സിംഗ് അയാളുടെ ബോഡി കീപ്പ് ചെയ്യുന്നതിനെ ഒരു പ്രത്യേക ശൈലിയിലാണ്. അയാളുടെ മുടി ഏതാണ്ട് പറ്റ വെട്ടിയിരിക്കും, അതുപോലെ തന്നെ ക്ലീൻ ഷേവുമാണ്. ഈ 2 കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് ഒരു ഗുണമുണ്ടാവും. ഏത് വേഷത്തിലേക്കും അയാൾക്ക് മാറാൻ പറ്റും. വേഷപ്രച്ഛന്നനാകാനുള്ള കഥ സിംഗിന്റെ അസാധ്യമായ ശേഷി ഒരുപാട് പ്രതികളെ പിടികൂടാൻ സഹായിക്കുകയായിരുന്നു. കഥ സിംഗിന് ഏത് വേഷത്തിലേക്കും മാറാം. ആ ശൈലിയിൽ ശരിക്കും വൃത്താകത്തിലുള്ള ഒരു തലയാണ് അയാൾക്കുള്ളത്. സാധാരണ രജപുത്തുകാരെ പോലെ തലപ്പാവൊക്കെ കെട്ടി മീശയൊക്കെ വളർത്തി താടിയൊക്കെ നീട്ടി വളർത്തിയാണ് അയാൾ നടന്നിരുന്നെങ്കിൽ ഒരിക്കലും അയാൾക്ക് എളുപ്പമാകില്ലായിരുന്നു ഇതുപോലെ വേഷം മാറാൻ. ഇപ്പോൾ അയാൾക്ക് ഏത് വേഷത്തിലേക്കും മാറാം. വേഷം മാറാനുള്ള അസാധ്യമായ ശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഥ സിംഗ് അയാളുടെ ജോലി സുദീർഘമായി ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ പ്രൊമോഷൻസ് പറവറ കിട്ടുകയാണ്. ആദ്യമായി ഹെഡ് കോൺസ്റ്റബിളായി, തുടർന്ന് സബ് ഇൻസ്പെക്ടറായി, തുടർന്ന് ഇൻസ്പെക്ടറായി. പൊസിഷൻസ് മാറി വരുന്നതനുസരിച്ച് ആളുകൾ അയാളെ സംബോധന ചെയ്യുന്ന പദങ്ങളും മാറുകയാണ്. അയാളുടെ സബോർഡിനേറ്റ്സ് അയാളെ ഛോട്ടാ സാഹിബ് എന്ന് വിളിക്കും. അയാളുടെ സഹപ്രവർത്തകർ അയാളെ ഛോട്ടാ സിംഗ് എന്ന് വിളിക്കും. അയാളുടെ മുകളിലുള്ള ആളുകളും അയാളെ വിളിക്കുക ഛോട്ടാ സിംഗ് എന്നാണ്. ശരിക്കും ഒരു സ്നേഹവും ഒരു ബഹുമാനവും പോലീസ് സേനയിലെ സകല ആളുകൾക്കും ഛോട്ടാ സിംഗിലുണ്ട്. ഛോട്ടാ സിംഗിനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അയാൾ സത്യസന്ധമായി ആ കാര്യം ചെയ്യും. പോലീസിൽ 100% മനസ്സും ശരീരവും അർപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഛോട്ടാ സിംഗ്. അതുകൊണ്ട് തന്നെ ഛോട്ടാ സിംഗിനൊപ്പം വർക്ക് ചെയ്യാനും ഛോട്ടാ സിംഗിന്റെ കഥകൾ മറ്റുള്ളവരോട് പറയാനും സകല പോലീസുകാർക്കും വല്ലാത്തൊരു ഇഷ്ടമാണ്. ഈ കഥ അങ്ങനെ നടക്കുമ്പോഴാണ് രാജാ മാൻസിംഗ് ചമ്പൽ കാടുകളിൽ ഒരു ടെററായി വളർന്നു വരുന്നത്. രാജാ മാൻസിംഗ് ശരിക്കും പണക്കാരെ മാത്രം ലക്ഷ്യമിടുന്ന ഒരു കൊള്ളക്കാരനാണ്. ആളുകളെ ഉപദ്രവിക്കുന്ന ജന്മികളെയും പണം പലിശയ്ക്ക് കൊടുക്കുന്ന മാർവാടികളെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് സാക്ഷാൽ രാജാ മാൻസിംഗ്. രാജാ മാൻസിംഗിന്റെ ആളുകൾ അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ പിടികൂടി അവരുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങി അത് സാധാരണ ആളുകൾക്ക് വീതം വെച്ചു കൊടുക്കുന്ന ഒരു കായംകുളം കൊച്ചുണ്ണി ശൈലിയാണ് ആ മേഖലയിൽ അവലംബിച്ചിരുന്നത്. സർക്കാരിന് അപ്പുറത്തേക്ക് ആളുകളുടെ മനസ്സിലേക്ക് രാജാ മാൻസിംഗ് കയറി പറ്റിയപ്പോൾ അത് ഒരു ത്രെട്ടായി സർക്കാരിന് അനുഭവപ്പെട്ടു. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ശ്രദ്ധ രാജാ മാൻസിംഗിനെ പിടികൂടുക എന്നതിലേക്ക് മാറി. രാജാ മാൻസിംഗ് എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പാട്. രാജാ മാൻസിംഗ് അയാളുടെ താവളമാക്കി എടുത്തിരിക്കുന്നത് ചമ്പൽ താഴ്വാരയാണ്. ഇന്നത്തെ മധ്യപ്രദേശിന്റെയും അതുപോലെ ഉത്തർപ്രദേശിന്റെയും അതിർത്തി പങ്കിടുന്ന ചമ്പൽ നദിയും ചമ്പൽ നദിയുടെ ഇരുകരകളിലുമുള്ള മലകളും വലത്തൊരു ഒളിത്താവളമാണ് മാൻസിംഗിനും കൂട്ടർക്കും ഉണ്ടാക്കി കൊടുത്തത്. ആ ചമ്പൽ താഴ്വരയിൽ മാൻസിംഗിനെ കണ്ടുപിടിച്ച് മാൻസിംഗിനെ പിടികൂടാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. താഴ്വാരയുമായി ബന്ധിപ്പിച്ചു വരുന്ന ഗ്രാമങ്ങളിൽ മാൻസിംഗിന് വല്ലാത്ത സ്വാധീനവുമാണ്. മാൻസിംഗ് എവിടെ എപ്പോ എങ്ങനെ പ്രത്യക്ഷപ്പെടുമെന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ കഴിയില്ല. മാൻസിംഗ് മിക്കവാറും വേഷപ്രച്ഛന്നായിട്ട് ഗ്രാമങ്ങൾ വരാറുണ്ടെന്ന് പോലീസിനും അറിയാം. മാൻസിംഗിനെ പിടികൂടി അവസാനിപ്പിക്കാനായി സ്വാഭാവികമായിട്ടും സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു തുടങ്ങി. മാൻസിംഗിനെ കണ്ടുപിടിക്കാനുള്ള ചുമതല കിട്ടിയ രഹസ്യ അന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർ ചമ്പൽ താഴ്വരയിലേക്ക് നുഴഞ്ഞു കയറും. പക്ഷെ അവരെക്കുറിച്ച് പിന്നീട് ഒന്നും കേൾക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഓടയിൽ നിന്ന് അതുമല്ലെങ്കിൽ ചമ്പൽ നദിയിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞു അരുവിയുടെ ഭാഗത്തു നിന്ന് ചീഞ്ഞളിഞ്ഞ മൃതശരീരം പോലീസിന് കിട്ടും. ആ മൃതശരീരത്തിൽ രഹസ്യ അന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ തിരിച്ചറിയാൻ വേണ്ടി അവരിട്ടിരിക്കുന്ന അടയാളം അതുപോലെ തന്നെ ഉണ്ടാവും. ആ മൃതശരീരം ശരിക്കും ചീഞ്ഞ് വേർത്ത് കണ്ണൊക്കെ തള്ളി വല്ലാത്തൊരു പരുവത്തിലായിരിക്കും. ശരിക്കും ഒരു ഭയം ആ കാഴ്ച കാണുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരിലും ഉണ്ടാകത്ത ശൈലിയിൽ ആയിരിക്കും ആ ബോഡി അവർക്ക് കിട്ടുക. അങ്ങനെ അനവധി പോലീസുകാർ കൊല്ലപ്പെട്ടെങ്കിലും വീണ്ടും വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥരെ ചമ്പൽ കാടിനകത്തേക്ക് സർക്കാർ നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മാൻസിംഗിനെ മാത്രമല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നത്, മാൻസിംഗിന്റെ സംഘത്തിലെ ആളുകളൊക്കെ സർക്കാർ ടാർഗറ്റ് ചെയ്യാണ്. എന്തായാലും ആ കൊള്ളസംഘത്തെ കണ്ടുപിടിക്കാനായി ചമ്പൽ താഴ്വാരയിലേക്ക് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചിലപ്പോൾ തലയില്ലാതെ കിടക്കുന്നത്
മറ്റു പോലീസുകാരെ ശ്രദ്ധപ്പെടും. അവിടെ തല മാത്രം കാണത്തില്ല, കഴുത്തിന് താഴോട്ടുള്ള ഭാഗം ഏതെങ്കിലും സ്ഥലത്ത് കിടക്കുന്നുണ്ടാവും. തല ആരോ വെട്ടിമാറ്റിയിരിക്കുകയാണ്. വെട്ടിമാറ്റപ്പെട്ട തല ചിലപ്പോൾ പിന്നീട് അവരേതെങ്കിലും മുളൻകാലിന്റെ മുകളിൽ കാണും. കുത്തി നിർത്തിയിരിക്കുന്ന മുളയുടെ മുകളിൽ ആ തല എങ്ങനെ ഇരിക്കും? ആ തലയുടെ മുൻഭാഗത്തായി കടിച്ചു പിടിച്ചിരിക്കുന്ന പല്ലിനിടയിൽ ഒരു പേപ്പർ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറിപ്പ് കാണും. ആ കുറിപ്പിൽ വളരെ വ്യക്തമായ ഒരു നിർദ്ദേശം ഉണ്ടാവും. ഞങ്ങളെ ചതിക്കാനായി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് ഇതായിരിക്കും അവസാനം. രാജ മാൻസിംഗ് അങ്ങനെയായിരിക്കും ആ തുണ്ട് പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവുക. ആ തുണ്ട് പേപ്പർ ആ തലയിൽ പല്ലിനിടയിൽ കൊരുത്തു വെച്ചിരിക്കുകയായിരിക്കും. ബാക്കി ഭാഗം ഒന്നും ആ മുളങ്കമ്പിൽ കാണില്ലെന്ന് മാത്രം. ശരിക്കും ആ കാഴ്ച ആരിലും ഒരു ഭയം ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും ആ ഭയം സകല പോലീസുകാരിലേക്കും പടർന്നു. മാൻസിംഗിനെയും ചമ്പലിലെ കൊള്ളക്കാരെയും തിരക്കി ഇറങ്ങേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ പല കാരണങ്ങൾ പറഞ്ഞു അതിൽ നിന്ന് ഒഴിഞ്ഞു തുടങ്ങി. ചിലർ ഡ്യൂട്ടി അസൈൻ ചെയ്യുമ്പോൾ അവർക്ക് സുഖമില്ല എന്ന് മേലധികാരികളെ അറിയിക്കും. ചിലർ നാട്ടിലേക്ക് പോയിട്ട് മടങ്ങി വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ പെട്ടുവെന്ന് പോലീസ് മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കും. നാട്ടിൽ അടിയന്തരമായി ഒരു സാഹചര്യം ഉണ്ടായി, അതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്നായിരിക്കും അറിയിക്കുക. ചിലർ അതിനൊന്നും നിൽക്കത്തില്ല, പോലീസിൽ നിന്ന് അവർ റിസൈൻ ചെയ്ത് മുങ്ങി. ചിലർ അറിയിക്കുക പോലും ചെയ്യാതെ മുങ്ങിക്കളഞ്ഞു. സകല പോലീസുകാരിലും ഒരു ഭയം അങ്ങനെ അരിച്ചു കയറുമ്പോഴാണ് ഈ ചമ്പൽ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന സൂപ്രണ്ടിന്റെ അടുത്ത് ഒരു അപേക്ഷയുമായി നമ്മുടെ കഥാനായകൻ ഛോട്ടാ സിംഗ് എത്തുന്നത്. അയാൾക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, അയാളെ മാൻസിംഗിനെ അന്വേഷിക്കാൻ നിയോഗിക്കണം. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും വിശ്വസ്തനായ CID ആണ് കരൺ സിംഗ് എന്ന ഛോട്ടാ സിംഗ്. ആ ഛോട്ടാ സിംഗ് ആണ് അദ്ദേഹത്തിന്റെ സീനിയർ ഉദ്യോഗസ്ഥനോട് മാൻസിംഗിനെ പിടികൂടാനായി അദ്ദേഹത്തെ ചുമതലപ്പെടുത്താൻ ആവശ്യപ്പെട്ടത്. ശരിക്കും കഥാർ സിംഗിന്റെ ആവശ്യം കേട്ട ആ മേലുദ്യോഗസ്ഥൻ വല്ലാതെ അമ്പരന്ന് പോയി എന്ന് പറയാം. ശരിക്കും അയാൾ ഞെട്ടുകയായിരുന്നു. സാധാരണഗതിയിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ആ ഡ്യൂട്ടി കിട്ടുമ്പോൾ ഒളിച്ചു ഓടുകയാണ് പതിവ്. ഇവിടെ ഇതാ ഒരാൾ അങ്ങോട്ട് വന്ന് ആ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങുകയാണ്. കഥാർ സിംഗിന്റെ മേലുദ്യോഗസ്ഥൻ കഥാർ സിംഗിനോട് ചോദിച്ചു, ഏയ് ഛോട്ടാ, നീ സ്വബോധത്തോട് തന്നെ ഈ കാര്യം ചോദിക്കുന്ന? സാഹിബ്, മരണം അതെപ്പോഴായാലും ഉണ്ടാവും, അതിനെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ഡ്യൂട്ടിയാണ് എനിക്ക് സർവപ്രധാനം. കഥാർ സിംഗിന്റെ ശബ്ദത്തിന്റെ ആ ദൃഢത സ്വയം ബോധ്യപ്പെട്ട SP കഥാർ സിംഗിനെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനെ അടുത്തെത്തിച്ചു. അദ്ദേഹവുമായി ആലോചിച്ച് മാത്രമേ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് SPക്ക് തുടക്കത്തിൽ തോന്നിയിരുന്നു. കാരണം ഛോട്ടാ സിംഗ് അവർക്ക് അത്രയേറെ വേണ്ടപ്പെട്ട വ്യക്തിയാണ്. ഛോട്ടാ സിംഗ് അങ്ങനെ അങ്ങ് ബലി കൊടുക്കപ്പെടേണ്ട ഒരാളെ അല്ല. പക്ഷേ മേലുദ്യോഗസ്ഥന് അടുത്തെത്തിയപ്പോഴും ഛോട്ടാ സിംഗ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഛോട്ടാ സിംഗിന്റെ നിർബന്ധം സഹിക്കവയ്യാതെ ഛോട്ടാ സിംഗിനെ അവസാനം അവർ ആ ഡ്യൂട്ടി ഏൽപ്പിച്ചു. 3 മാസത്തെ ശമ്പളം അഡ്വാൻസായി ഛോട്ടാ സിംഗിന് കൊടുത്തു. അതിനു പുറമെ കുറെ പണവും ഛോട്ടാ സിംഗിനെ അവരെ ഏൽപ്പിച്ചു. ഒരു കാരണവശാലും ഛോട്ടാ സിംഗിന് ഒരു ബുദ്ധിമുട്ടും വരരുതെന്ന് ഒരു നിർബന്ധം പോലീസിന് ഉണ്ടായിരുന്നു എന്നർത്ഥം. ശരിക്കും അപകടകരമായ ഒരു ദൗത്യമാണ് കഥാർ സിംഗ് എന്ന ഛോട്ടാ സിംഗ് ഇതാ ഏറ്റെടുക്കുന്നത്. ഛോട്ടാ സിംഗ് വേഷം മാറാനുള്ള അയാളുടെ അസാധ്യമായ ആ ശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം ഒരു മാർക്കറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ വേഷം ശരിക്കും ഒരു ഭിക്ഷക്കാരന്റെ വേഷമാണ്. ഒരു ഭിക്ഷക്കാരൻ അലഞ്ഞു തിരിഞ്ഞ് അവിടെ എത്തിയതാണെന്നേ ആർക്കും തോന്നത്തുള്ളൂ. അയാൾ പകൽ മുഴുവൻ ആ മാർക്കറ്റിൽ നിന്ന് ഭിക്ഷയാചിക്കും. ഭിക്ഷയാചിച്ച് കിട്ടുന്ന പണം കൊടുത്ത് അയാൾ എന്തെങ്കിലും ആഹാരം വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും. അതിനുശേഷം മാർക്കറ്റിലോ അടുത്തുള്ള ഏതെങ്കിലും മരത്തിന്റെ തണലിലോ അയാൾ ചെന്ന് കിടന്ന് ഉറങ്ങുന്നത് ആളുകളൊക്കെ കാണാറുമുണ്ട്. ദിവസങ്ങൾ അങ്ങനെ പോവുകയാണ്. ഭിക്ഷയാചിക്കുന്ന ഛോട്ടാ സിംഗ് സാവധാനം ആളുകളുടെ ശ്രദ്ധയിലേക്ക് പെട്ടു തുടങ്ങി. മാർക്കറ്റിലും നിരത്തിലും നിരത്തുപകത്തുള്ള റോഡുകളിലും ഒക്കെ സ്ഥിരമായി ഭിക്ഷയാചിക്കുന്ന ഛോട്ടാ സിംഗ് അവസാനം ഭിക്ഷയാചിച്ച് ഒരു കടയുടെ മുന്നിലെത്തി. ഒരു മാർവാടിയുടെ കടയാണ്. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു കക്ഷിയാണ് കഥാപാത്രം. അയാളുടെ മുന്നിലെത്തിയ ഛോട്ടാ സിംഗ് ഭിക്ഷ ചോദിച്ചപ്പോൾ അയാൾ ഛോട്ടാ സിംഗിനെ വഴക്ക് പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല സബ്, എന്തെങ്കിലും തരണം. അങ്ങനെ വീണ്ടും കഥാർ സിംഗ് എന്ന ഛോട്ടാ സിംഗ് പറഞ്ഞതും ആ കടയിലെ ഉടമ അയാളുടെ 2 ശിങ്കിടികൾ വിളിച്ച് അവരോട് പറഞ്ഞു, ഇടാ അവരെ പറഞ്ഞു വിട, ഇവിടുന്ന് ഭിക്ഷ കൊടുക്കില്ലെന്ന് അറിയത്തില്ലേ? കേൾക്കേണ്ട താമസം 2 ശക്തന്മാരായ കക്ഷികൾ കടയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവന്മാർ ഛോട്ടാ സിംഗിനെ ആ കടയുടെ മുന്നിൽ നിന്ന് വലിച്ച് റോഡിലേക്ക് ഇട്ടു. കടയുടെ മുന്നിൽ നിന്ന് റോഡിലേക്ക് വലിച്ചിടപ്പെട്ട ഛോട്ടാ സിംഗ് അവിടെ നിന്ന് ഒരു പരുവത്തിൽ എണീറ്റ് അടുത്ത കടയുടെ മുന്നിലേക്ക് നടന്നു. അയാൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എന്ന ശൈലിയിലാണ് അയാളുടെ പെരുമാറ്റം. ഛോട്ടാ സിംഗ് ഇങ്ങനെ ഭിക്ഷയാചിച്ച് മുന്നോട്ട് പോവുകയാണ്. പിറ്റേ ദിവസം അയാൾ വീടുകളുടെ ഭാഗത്തേക്കാണ് ഭിക്ഷയാചിച്ച് പോയത്. അയാൾ ഭിക്ഷ
യാചിച്ച് എത്തിച്ചേർന്നത് ഒരു വലിയ വീടിന് മുന്നിലാണ്. വീടിന്റെ ഗേറ്റിന്റെ ഭാഗത്തെത്തി അയാൾ ഉറക്കെ വലതും തരണേ വലം തരണേന്ന് ഉറക്കെ വിളിച്ചപ്പോൾ അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന മനുഷ്യൻ തലേദിവസം ഛോട്ടാ സിംഗിനെ അടിച്ചു പുറത്താക്കിയ അതേ കടക്കാരനാണ്. യാദൃശ്യവശാൽ ആ കടക്കാരന്റെ വീടിന് മുന്നിൽ ഇപ്പോ ഛോട്ടാ സിംഗ് എത്തിയിരിക്കുകയാണ്. ഛോട്ടാ സിംഗിനെ കണ്ടതും ആ കടക്കാരൻ ചോദിച്ചു, ഇടാ നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ എന്റെ അടുത്ത് ഭിക്ഷയ്ക്ക് വരരുതെന്ന്, സബ് എന്തെങ്കിലും തരണം. ഏയ് നിന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നുമില്ലെന്ന്. സാർ അങ്ങനെ പറയരുത് സാബ്, എന്തെങ്കിലും തരണം. വീണ്ടും വീണ്ടും ഛോട്ടാ സിംഗ് അങ്ങനെ തന്നെ പറഞ്ഞപ്പോ ദേഷ്യം വന്ന ആ ജമീന്ദാർ അയാളുടെ ആ ശിഷ്യന്മാരെ വിളിച്ചു. തലേദിവസം കടയിലുണ്ടായിരുന്ന അതേ ജീവനക്കാർ ഇപ്പോ അയാൾക്കൊപ്പം ആ വീട്ടിലുണ്ട്. 2 തടിമാടന്മാരാണ്. അവന്മാർ ജമീന്ദാർ വിളിച്ചതും പുറത്തേക്ക് വന്നു. അവന്മാരെ കണ്ടതും ജമീന്ദാർ അവന്മാരോട് പറഞ്ഞു, ഇടാ ദാ അവനെ കണ്ടില്ലേ, അവൻ മേലാൽ ഭിക്ഷ യാചിക്കാനായി എന്റെ മുന്നിൽ വരരുത്. അതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്ക്. കാര്യം മനസ്സിലാക്കിയ അവന്മാർ നേരെ ഛോട്ടാ സിംഗിന്റെ അടുത്തേക്ക് വന്നു. ഛോട്ടാ സിംഗിന്റെ അടുത്തേക്ക് വന്ന അവന്മാരുടെ കയ്യിൽ ശരിക്കും ഒരു നീളമുള്ള ചൂരൽ വടിയുണ്ട്. ആ ചൂരൽ വടി കൊണ്ട് ഛോട്ടാ സിംഗിനെ അവർ തലങ്ങ് വിലങ്ങ് തല്ലി തുടങ്ങി. തല്ലുന്നതിനിടയിൽ അവർ ഛോട്ടാ സിംഗിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, എടാ ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ മേലാൽ ഈ ഭാഗത്തേക്ക് വരരുതെന്ന്. സാബ് അങ്ങനെ പറയരുത് സാബ്, ഭിക്ഷ യാചിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ഛോട്ടാ സിംഗ് പറയുന്നതിനിടയിൽ അവർ ഛോട്ടാ സിംഗിനെ അടിച്ചുകൊണ്ടേയിരുന്നു. അതുവഴി കടന്നു പോകുന്ന ആളുകളൊക്കെ ഈ കാഴ്ച കാണുന്നുണ്ട്. അവർക്ക് ആ ജീവനക്കാർ ആ ഭിക്ഷക്കാരനെ അങ്ങനെ തല്ലുന്നതിൽ ശരിക്കും വിഷമമുണ്ട്. പക്ഷേ ആ ജമീന്ദാറെയും അയാളുടെ ഗുണ്ടകളെയും നന്നായി അറിയാവുന്ന ആളുകൾ ആ വിഷയത്തിൽ ഇടപെടാൻ പറ്റുന്ന സാഹചര്യത്തിലുമല്ല. ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി ആ കാഴ്ച കണ്ട ആളുകൾ. അലമുറയിട്ട് കരയുന്ന ഛോട്ടാ സിംഗിനെ തല്ലി ഒരു പരുവമാക്കിയിട്ട് ഛോട്ടാ സിംഗിനെ അവർ വലിച്ചെടുത്ത് വീണ്ടും റോഡിലേക്ക് എറിഞ്ഞു. ഛോട്ടാ സിംഗിന്റെ ദേഹം മുഴുവൻ അടിയേറ്റ് ഏതാണ്ട് നുറുകിയിട്ടുണ്ടെന്ന് പറയാം. അവിടെ നിന്ന് ഛോട്ടാ സിംഗ് കരഞ്ഞുകൊണ്ട് നടന്ന് മാർക്കറ്റിലെത്തി. അയാൾ സ്ഥിരം ഇരിക്കുന്ന ഭാഗത്ത് അയാൾ വന്നിരുന്നു. കരഞ്ഞുകൊണ്ട് തന്നെ അയാൾ ഭിക്ഷ യാചിച്ചു തുടങ്ങി. അയാൾ ധരിച്ചിരുന്ന ആ മേൽക്കുപ്പായം അടിയേറ്റ് പറഞ്ഞു പോയിരിക്കുകയാണ്. മുതുകത്ത് ഒരുപാട് അടിയേറ്റത് വ്യക്തമായി ആർക്കും കാണാം. ആ പാടുകളിൽ നിന്ന് രക്തം പൊടിഞ്ഞു വരുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഛോട്ടാ സിംഗ് അവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. ശരിക്കും ക്രൂരമായി ഛോട്ടാ സിംഗ് തല്ല് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അതൊക്കെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന ശൈലിയിൽ ഛോട്ടാ സിംഗ് ഭിക്ഷ യാചിച്ചപ്പോ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന പലരും ഛോട്ടാ സിംഗിനെ അവിടെ കൈവശമുള്ള പലതും ഇട്ടുകൊടുക്കുന്നുണ്ട്. ആളുകൾ പണം തനിക്ക് ഇട്ടു തുടങ്ങിയപ്പോ ഛോട്ടാ സിംഗ് ഉറക്കെ ആ ആൾക്കൂട്ടത്തോട് പറഞ്ഞു, നോക്കേ എന്നെ പോലുള്ള പാവങ്ങളെ തല്ലിച്ചതയ്ക്കപ്പോ ചോദിക്കാൻ ഇവിടെ ആരുമില്ല അല്ലേ? ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇങ്ങനെ എന്നെ തല്ലുമായിരുന്നു. ആ ജമീന്ദാറെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഛോട്ടാ സിംഗിന്റെ ആ വാചകം മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പലരും കേൾക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും തന്നെ ഛോട്ടാ സിംഗിനെ സഹായിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം. ആ ജമീന്ദാർ ഒരു വല്ലാത്ത സ്വഭാവക്കാരനാണ്. അയാൾ വിചാരിക്കുന്ന ഏത് കാര്യവും നടപ്പിലാക്കി എടുക്കാൻ അയാളുടെ കയ്യിൽ ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകളുടെ കൈക്കരുത്ത് അറിയാവുന്നത് കൊണ്ടാണ് ആരും ആ വിഷയത്തിൽ അഭിപ്രായം പോലും പറയാത്തത്. ആരും അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും ഛോട്ടാ സിംഗ് ഇടയ്ക്കിടയ്ക്ക് ആ വാചകം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നെ പോലുള്ള പാവങ്ങളെ സഹായിക്കാൻ ഈ നാട്ടിൽ ആരുമില്ലേ? പണമുള്ളവർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. പണമില്ലാത്തതാണോ എന്റെ കുറ്റം? ഇടയ്ക്കിടയ്ക്ക് ഛോട്ടാ സിംഗ് ആരോടുമില്ലാതെ ഇത്തരത്തിലുള്ള വാചകങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഏകദേശം ഒരു 7 മണിയാകാറായപ്പോ ഒരാൾ ഛോട്ടാ സിംഗിന്റെ അടുത്തേക്ക് വന്നു. അയാൾ ഛോട്ടാ സിംഗിനോട് ചോദിച്ചു, എന്താ പറ്റിയേ? സാബ് എന്നെ ഒരാൾ തല്ലി. നിന്നെ തല്ലിയതോ? എന്തിനാ തല്ലിയേ? സാബ് ഞാൻ അയാളുടെ കടയിൽ ഭിക്ഷ യാചിച്ച് ചെന്നിരുന്നു. അയാൾ എനിക്ക് ഭിക്ഷ നൽകിയില്ല. അറിയാതെ പിറ്റേ ദിവസം ഞാൻ അയാളുടെ വീടിരിക്കുന്ന ഭാഗത്ത് ചെന്നു. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാള് എന്നെ പൊതിരെ തല്ലി. സാബ് ഇവിടെ ഈ കാര്യങ്ങളൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല സാബ്. ആ അപരിചിതനോട് ഛോട്ടാ സിംഗ് അങ്ങനെ പറഞ്ഞപ്പോ ആ അപരിചിതൻ ഛോട്ടാ സിംഗിനെ ഒന്ന് നോക്കിയിട്ട് പതുക്കെ അങ്ങ് നടക്കുകയാണ്. ഏതാനും സ്റ്റെപ്പ് നടന്ന ആ അപരിചിതൻ ഒന്ന് നിന്നിട്ട് നടന്ന് ഛോട്ടാ സിംഗിന്റെ അടുത്തേക്ക് വന്നു. ഇത്തരം അനീതികൾ ചോദിക്കാൻ ആരുമില്ല എന്നൊന്നും വിചാരിക്കണ്ട, ആളൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ചുറ്റും നോക്കിയിട്ട് ഛോട്ടാ സിംഗിനോട് പറഞ്ഞു, നീ രാജ മാൻസിംഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സാബ് ആരാ സാബ് ഈ രാജ മാൻസിംഗ്? ഛോട്ടാ സിംഗ് അങ്ങനെ ചോദിച്ചതും ആ മനുഷ്യൻ ഒന്ന് കുനിഞ്ഞ് ഛോട്ടാ സിംഗിന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ഛോട്ടാ സിംഗിനോട് പറഞ്ഞു, രാജ മാൻസിംഗ് വിചാരിച്ചാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. പക്ഷെ നീ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് അറിയണ്ടേ? നീ രാത്രി ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ ഗ്രാമത്തിലേക്കുള്ള വഴിയിൽ
ഒരു ആൽമരമുണ്ട്, അതിന്റെ സമീപത്തേക്ക് വാ. അങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ നടന്നങ്ങ് പോയി. രാജാ മാൻസിംഗ് എന്നൊരു വ്യക്തി ഉണ്ടെന്നും ആ വ്യക്തി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുന്ന ആളാണെന്നുമാണ് ഛോട്ടാ സിംഗിനോട് സംസാരിച്ച വ്യക്തി ഛോട്ടാ സിംഗിനോട് പറഞ്ഞത്. മാൻസിംഗിന്റെ കാര്യം പറഞ്ഞിട്ട് നടന്നു പോകുന്ന ആ മനുഷ്യനെ ഒന്ന് നോക്കിയിട്ട് ഛോട്ടാ സിംഗ് പിന്നെയും ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം അപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിൽ ആളുകൾ ഏതാണ്ട് കുറഞ്ഞു തുടങ്ങിയ സമയമാണ്. മാർക്കറ്റിലെ ആളുകളൊക്കെ ഒഴിഞ്ഞതും ഛോട്ടാ സിംഗ് അവിടെ നിന്ന് എണീറ്റു. അയാൾ നടന്ന് മാർക്കറ്റിന് പുറത്ത് ഒരു മരത്തിനടുത്ത് വന്ന് കുറെ നേരം ഇരുന്നു. ഛോട്ടാ സിംഗിന്റെ ലക്ഷ്യം മാൻസിംഗിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. മാൻസിംഗിനെ കണ്ടുമുട്ടാൻ തനിക്ക് ഇതാ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ പോവുകയാണ്. അങ്ങനെ ഒരു തോന്നൽ ഇപ്പോ ഛോട്ടാ സിംഗിനുണ്ട്. രാത്രി 12 മണിയോട് അടുപ്പിച്ച് ഗ്രാമത്തിലേക്കുള്ള ആ വഴിയിലെ ആൽമരത്തിനടുത്ത് എത്തണമെന്നാണ് ആ അപരിചിതൻ ഛോട്ടാ സിംഗിനോട് പറഞ്ഞിരിക്കുന്നത്. സമയം ഏകദേശം ഒരു 10:45 ആകാറായതും ഛോട്ടാ സിംഗ് ആ ഗ്രാമത്തിലെ ആൽമരത്തിന് നേരെ നടന്നു. കുറച്ച് നേരത്തെ അവിടെ എത്താൻ ഛോട്ടാ സിംഗ് മനഃപൂർവ്വം തീരുമാനിച്ചതാണ്. ഛോട്ടാ സിംഗിനെ അപകടപ്പെടുത്താനായി ആ അപരിചിതൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് ഛോട്ടാ സിംഗ് നേരത്തെ ആ ആൽമരത്തിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. 11 മണി കഴിഞ്ഞതും ഛോട്ടാ സിംഗ് ആ ആൽമരത്തിന് അടുത്തെത്തി. ആൽമരത്തിന് ചുറ്റുമായി ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരു കെട്ടുണ്ട്. ആ കെട്ടിലേക്ക് ഛോട്ടാ സിംഗ് കയറിയിരുന്നു. ഛോട്ടാ സിംഗ് അവിടെ അങ്ങനെ അല്പനേരം ഇരുന്നപ്പോൾ ഇരുട്ടത്തുനിന്ന് 2-3 രൂപങ്ങൾ ഛോട്ടാ സിംഗിന് അടുത്തേക്ക് വന്നു. ആ രൂപങ്ങളുടെ ഏറ്റവും മുന്നിൽ ഛോട്ടാ സിംഗ് പകല് കണ്ട ആ തലയെക്കെട്ടുള്ള മനുഷ്യനുണ്ട്. നല്ല പൊക്കമുള്ള അയാൾ നടന്ന് ഛോട്ടാ സിംഗിന്റെ അടുത്തെത്തിയിട്ട് ഛോട്ടാ സിംഗിനോട് ചോദിച്ചു, ഏയ് നീ നേരത്തെ എത്തിയോ? സാഹിബ്, സമയം എത്രയായെന്ന് എനിക്ക് അറിയത്തില്ല, ഞാനൊരു ഉദ്ദേശം വെച്ച് ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, എന്താ നിന്റെ പേര്? സാഹിബ്, എന്റെ പേര് ബാപ്പത്ത് റാവു എന്നാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ബാപ്പത്ത് റാവു എന്ന ആ ഭിക്ഷക്കാരന്റെ പുറകിലൊന്ന് തടവി നോക്കി. ആ ഇരുട്ടത്ത് അവന്റെ ആ പുറകിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ മുറിവുകൾ അയാളൊന്ന് തടവി നോക്കുകയാണ്. പല മുറിവുകളും പതുക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആ ഉണങ്ങിയ മുറിവുകളൊക്കെ ഒറിജിനലാണോ എന്ന് അറിയാൻ വേണ്ടി അയാൾ ആ മുറിവിൽ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. ആ മുറിവുകളിൽ അയാൾ പ്രസ് ചെയ്തപ്പോൾ ആ മുറിവുകൾ പൊട്ടി രക്തം ഒലിച്ചു തുടങ്ങി. തൻ്റെ പുറത്ത് രക്തത്തിന് നനവ് അനുഭവപ്പെടുന്നത് ഛോട്ടാ സിംഗിന് നന്നായിട്ട് അറിയാം. ഒരു സ്ഥലത്തുനിന്ന് രക്തം പൊടിഞ്ഞതും ആ മനുഷ്യൻ അയാളുടെ കൈ കുറച്ചുകൂടി മുകളിലേക്ക് കൊണ്ടുവന്നു. അവിടെയും മുറിവ് കട്ടിപിടിച്ചിട്ടുണ്ട്. അയാൾ അവിടെ ഒന്ന് പ്രസ് ചെയ്തു. അവിടെ നിന്നും രക്തം ഒലിച്ചു തുടങ്ങി. വീണ്ടും ഒരു സ്ഥലത്തുകൂടി അയാൾ അങ്ങനെ തൊട്ടു. അവിടെ നിന്നും രക്തം ഒലിച്ചു തുടങ്ങി. മുറിവുകളെല്ലാം ഒറിജിനലാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് അയാൾ ടെസ്റ്റ് നടത്തുന്നത്. ഛോട്ടാ സിംഗിന് അത് മനസ്സിലായതുകൊണ്ട് ഛോട്ടാ സിംഗ് അനങ്ങാതിരിക്കുകയാണ്. എന്താ സാഹിബ്? അല്ല, ഞാൻ നിന്റെ മുറിവൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. ശരിക്കും കാര്യമായി മുറിവേറ്റിട്ടുണ്ടല്ലോ. ആ ജമീന്ദാർ നിന്നെ എന്തിനാ ഇത്ര ക്രൂരമായി തല്ലിയത്? സാഹിബ്, ഞാൻ അങ്ങയോട് ഇന്ന് വൈകുന്നേരം പറഞ്ഞില്ലേ, ഞാൻ ഭിക്ഷ യാചിച്ച് ആദ്യം അയാളുടെ കടയിൽ പോയിരുന്നു. അവിടെ വെച്ച് അയാളെന്നെ ആട്ടി പുറത്താക്കി. അബദ്ധത്തിലാണ് ഞാൻ വീണ്ടും ഭിക്ഷ യാചിച്ച് അയാൾ വീടിരിക്കുന്ന ഭാഗത്ത് ചെന്നത്. അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അയാളെ പിന്തുടർന്ന് അയാൾ വീട്ടിലെത്തിയെന്ന് കരുതിയിട്ടാണ് അയാൾ എന്നെ മർദ്ദിച്ചെന്ന് തോന്നുന്നു. അയാളെ മർദ്ദിച്ച ആ ജമീന്ദാറിന്റെ കട മാർക്കറ്റിൽ എവിടെയാണെന്നും അയാളുടെ വീട് എവിടെയാണെന്നും ഒക്കെ ഭിക്ഷയ്ക്ക് പോയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഛോട്ടാ സിംഗ് ആ ആളുകളോട് പറഞ്ഞു. ഇപ്പോ ഛോട്ടാ സിംഗിനോട് സംസാരിക്കുന്നത് ആ 3 പേരിൽ ഒരാളാണ്. പുറകിലേക്ക് നിൽക്കുന്ന 2 പേരിൽ ഒരാൾക്ക് പൊക്കം കുറവും മറ്റേയാൾക്ക് നല്ല പൊക്കവുമുണ്ട്. ഇരുട്ടത്തും ഛോട്ടാ സിംഗിന് ആ കാര്യം നോക്കി മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഛോട്ടാ സിംഗിനെ ഒന്ന് നോക്കിയിട്ട് ഛോട്ടാ സിംഗിനോട് സംസാരിച്ച വ്യക്തി ഛോട്ടാ സിംഗിനോട് ചോദിച്ചു, ഏയ് ബാപ്പത്ത് റാവു, നിന്റെ സ്ഥലം ഏതാണ്? നീ എവിടുന്നാ ഇവിടേക്ക് വന്നത്? എങ്ങനെയാ നീ ഭിക്ഷ അയച്ചു തുടങ്ങിയത്? ഇത്തരമൊരു ചോദ്യം വരുമ്പോൾ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നതിനെ കുറിച്ച് ഛോട്ടാ സിംഗ് വളരെ വ്യക്തമായും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ഛോട്ടാ സിംഗ് സംസാരിച്ചു തുടങ്ങിയത്. സാഹിബ്, എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ബാപ്പത്ത് റാവു എന്നാണ്. ഞാനും അച്ഛനും അമ്മയും അപ്പൂപ്പനും അനുജനും അനുജത്തൊക്കെയായി മറാത്ത മേഖലയിലെ ഷോളാപൂരിലാണ് താമസിച്ചിരുന്നത്. സാഹിബ്, ഞങ്ങൾ കർഷകരാണ്. ഞങ്ങൾ കുറച്ച് വയലും കുറച്ച് കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വലിയ അല്ലലില്ലാതെ ജീവിച്ചു പോകുമ്പോഴാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശക്തമായ വേനലുണ്ടായത്.
മഴ പെയ്തതേയില്ല. തുടർച്ചയായി 3 വർഷം മഴയില്ലാതായതും കൃഷി പൂർണ്ണമായും നിന്നു. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ള മറ്റാളുകൾക്കുമൊക്കെ ജീവിതം വല്ലാതെ ബുദ്ധിമുട്ടിലായപ്പോൾ എൻ്റെ അച്ഛൻ സ്ഥലം പണയപ്പെടുത്തി ജമീന്ദാറായ മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിച്ചു. കടമായി വാങ്ങിച്ച പണം അടുത്ത കൃഷി വഴി തിരിച്ചു കൊടുക്കാമെന്നാണ് അച്ഛൻ കരുതിയത്. അപ്പോഴാണ് 4ാമത്തെ കൊല്ലം മഴ പെയ്തത്. 3 കൊല്ലത്തെ തുടർച്ചയായ വേനൽ കഴിഞ്ഞിട്ട് മഴ വരുന്ന കണ്ടതും അച്ഛൻ മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചുകൂടി പണം വാങ്ങിച്ച് നമ്മുടെ സ്ഥലം മുഴുവൻ വൃത്തിയാക്കി കൃഷി തുടങ്ങി. പക്ഷെ ആ വർഷം ശരിക്കും അപ്രതീക്ഷിതമായി ഒരു കാര്യം സംഭവിച്ചു. തുടർച്ചയായ 3 വർഷത്തെ വേനലിന് പകരം വന്ന മഴ ഒരു വല്ലാത്ത പ്രളയം ഉണ്ടാക്കി. ഞങ്ങളുടെ ഭൂമി മുഴുവൻ വെള്ളത്തിലായി. ഞങ്ങളുടെ ഭൂമി മാത്രമല്ല, സമീപത്തുള്ള എല്ലാ ഗ്രാമങ്ങളും വെള്ളത്തിലായി. ഉയർന്ന സ്ഥലങ്ങളും വലിയ വീടുകളും മാത്രമേ അവശേഷിച്ചുള്ളൂ. ഞങ്ങളുടെ വീടൊക്കെ ആ വെള്ളത്തിൽ ഒലിച്ചു പോവുകയായിരുന്നു. വെള്ളം ഒന്ന് ഇറങ്ങിയതും മോഹൻലാൽ അയാളുടെ ഗുണ്ടകളെ കൂട്ടി വന്ന് ഞങ്ങളുടെ സ്ഥലം അങ്ങ് പിടിച്ചെടുത്തു. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ ഇടിഞ്ഞു വീണ വീടിനകത്ത് ഒരു ഓലയൊക്കെ വെച്ച് ഞങ്ങളവിടെ കഴിയുമ്പോഴാണ് മോഹൻലാൽ വന്ന് ഞങ്ങളവിടെ നിന്ന് പുറത്താക്കിയത്. അപ്രതീക്ഷിതമായി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഞങ്ങൾക്ക് കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാതായി. അച്ഛനും അമ്മയും ഞാനും അനുജനും അനുജത്തിയും ആ സമയത്താണ് മറ്റൊരു കാര്യം തിരിച്ചറിഞ്ഞത്. ഞങ്ങളുടെ അപ്പൂപ്പൻ തലേ ദിവസത്തെ മഴയത്ത് മരണപ്പെട്ടിരുന്നു. അപ്രതീക്ഷിതമായി അപ്പൂപ്പൻ കൂടെ മരിച്ചതും ശരിക്കും ഞങ്ങൾ ഒറ്റപ്പെട്ടതുപോലെയായി. അച്ഛൻ ഞങ്ങളെ കൊണ്ട് ആ ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു മരത്തിന് മുട്ടിൽ കിടന്നുറങ്ങിയായിരുന്നു. രാവിലെ മുതൽ ഞങ്ങൾ നടക്കുകയായിരുന്നു. ശരിക്കും വിശന്ന് തളർന്ന് ആ മരത്തിൻ്റെ അടിയിൽ നമ്മൾ കിടക്കുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത പനി വന്നു. ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കി അമ്മ ഞങ്ങളുടെ മുന്നിൽ വെച്ച് മരണപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ ആ രാത്രിയിൽ ഞാനും അനുജത്തിയും അനുജനും അച്ഛനും അമ്മയുടെ ശരീരത്തിനടുത്തിരിക്കുകയായിരുന്നു. എപ്പോഴും ഞങ്ങൾ ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോൾ ഞാൻ കാണുന്നത് മരത്തിൽ തൂങ്ങി നിൽക്കുന്ന അച്ഛനെയാണ്. എൻ്റെ തൊട്ടടുത്ത് അമ്മയുടെ തണുത്തുറഞ്ഞ ബോഡിയുണ്ട്. മുകളിൽ അച്ഛൻ്റെ ബോഡിയാണ്. ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ ഞാൻ ഉറക്കെ കരഞ്ഞതും ഞെട്ടി ഉണർന്ന അനുജനും അനുജത്തിയും ആ കാഴ്ച കണ്ടു. അവരും അലമുറോട്ട് കരഞ്ഞു തുടങ്ങി. തൂങ്ങി നിൽക്കുന്ന അച്ഛനെ നോക്കി ഞാനും അനുജത്തിയും കരഞ്ഞപ്പോൾ അനുജൻ കരച്ചിൽ നിർത്തിയിട്ട് അച്ഛനെ നോക്കി വല്ലാതെ സംസാരിച്ചു തുടങ്ങി. അച്ഛ എന്താ ഈ കാണിച്ചത്? അച്ഛൻ ഞങ്ങൾ ഇട്ടിട്ട് പോയില്ലേ? അച്ഛൻ ഈ കാണിച്ചത് ശരിയാണോ? അങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ട് അവൻ അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴാണ് അതുവഴി കടന്നുപോയ ആളുകൾ ഞങ്ങളുടെ ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് വന്നത്. അവിടെ അമ്മ മരിച്ചു കിടക്കുന്നു, അച്ഛൻ തൂങ്ങി നിൽക്കുന്നു. ഈ കാഴ്ച കണ്ട് ആളുകൾ പതുക്കെ പതുക്കെ അവിടെ കൂടി. വിവരമറിഞ്ഞ് പോലീസും അവിടെ എത്തി. പോലീസിന്റെ സഹായത്തോടു കൂടി അച്ഛൻ്റെയും അമ്മയുടെയും ബോഡി സംസ്കരിച്ചെങ്കിലും എൻ്റെ അനുജൻ എന്നെയും അനുജത്തെയും വിട്ട് അവിടെ നിന്ന് എങ്ങോട്ടോ ഓടിപ്പോയി. അവൻ യഥാർത്ഥത്തിൽ എങ്ങോട്ട് ഓടിപ്പോയെന്ന് ആർക്കും അറിയത്തില്ല. ഞാനും അനുജത്തിയും ആ ഗ്രാമത്തിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചെങ്കിലും ആ ജമീന്ദാർ എൻ്റെ അനുജത്തെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എൻ്റെ അനുജത്തി കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു സുന്ദരിയായിരുന്നു. അവളെ ആ ജമീന്ദാർ ബലമായി പിടിച്ചുകൊണ്ട് പോയി. ശരിക്കും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാനായി അലഞ്ഞു തിരിഞ്ഞതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് പല ജോലികളും ചെയ്ത് അവസാനം ഞാൻ ഇവിടെ എത്തുമ്പോൾ ഞാനൊരു ഭിക്ഷക്കാരനായി മാറിയതാണ്. എൻ്റെ അനുജത്തി അയാൾ ബോംബെയിൽ ആർക്കു വിറ്റു എന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. എൻ്റെ അനുജൻ ഭ്രാന്ത് വന്ന് ഏതോ ഭ്രാന്താലയത്തിലുമാണ്. സാഹിബ്, ആ കാര്യങ്ങളാണ് എന്നെ ശരിക്കും ഉലച്ചത്. അങ്ങനെയാണ് ജോലി ചെയ്യാനുള്ള ഒരു മനോഭാവം പോലും എനിക്ക് ഇല്ലാതായത്. സാഹിബ്, എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ജമീന്ദാരുകളുടെ കയ്യിൽ നിന്ന് നീതി കിട്ടേണ്ടതല്ലായിരുന്നു. എന്നെ ഉപദ്രവിച്ച ആ ജമീന്ദാരെ പോലെ തന്നെയാണ് ഇവിടുത്തെ ജമീന്ദാർ. ഭിക്ഷ എടുത്ത് ജീവിക്കാൻ പോലും അവർ ഞങ്ങളെ അനുവദിക്കുന്നില്ല. ബാപ്പത് റാവു എന്ന പേരിൽ ഛോട്ടാ സിംഗ് പറഞ്ഞ കഥ ആ മൂവർ സംഘത്തെ ഒന്ന് ഉലച്ചു എന്ന് വ്യക്തമാണ്. ആ മൂവർ സംഘത്തിൽ ബാപ്പത് റാവു എന്ന് ഛോട്ടാ സിംഗിനോട് സംസാരിക്കുന്ന വ്യക്തിയുടെ ശബ്ദത്തിൽ പ്രകടമായ ഒരു മാറ്റം അനുഭവപ്പെട്ടു തുടങ്ങി. അയാൾ
ഛോട്ടാ സിംഗിനോട് പറഞ്ഞു, ഏയ് സഹോദര, വിഷമിക്കാതെ, നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം. അയാൾ ആദ്യമായിട്ടാണ് സഹോദര എന്ന വാക്ക് ഉച്ചരിക്കുന്നത്. ആ രാത്രിയിൽ ഛോട്ടാ സിംഗിന്റെ സമീപത്തിരുന്നുകൊണ്ട് അയാൾ അങ്ങനെ സഹോദര എന്ന് വിളിച്ചപ്പോൾ ശരിക്കും അയാൾ ഛോട്ടാ സിംഗിനെ ഒരു സഹോദരനായി കാണുന്നു എന്നൊരു ഫീല് ഛോട്ടാ സിംഗിന് പോലും തോന്നുകയാണ്. ഛോട്ടാ സിംഗിനോടായി ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പേര് ദർബാർ സിംഗ്. എൻ്റെ കഥയും ഏതാണ്ട് നിന്റെ കഥ പോലെ തന്നെയാണ്. ധാന്യങ്ങളൊക്കെ പൊടിച്ചു കൊടുക്കുന്ന ഒരു മില്ല് എനിക്കുണ്ടായിരുന്നു. ധാന്യങ്ങൾ പൊടിച്ചു കൊടുക്കുന്ന മില്ല് ആ ഫിൻഡ് എന്ന പട്ടണത്തിൽ ഞങ്ങളുടെ മേഖലയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒന്നായിരുന്നു. അപ്പോഴാണ് ആ പട്ടണത്തിലെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്ന വ്യക്തി അവിടെ വേറൊരു മില്ല് തുടങ്ങിയത്. 2 മില്ലിന് സുഖമായി പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നിട്ടും അയാൾ എന്നെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അയാൾ ആദ്യം ചെയ്തത് ഞാൻ മില്ലിട്ടിരിക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് എന്നെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. ആ ബിൽഡിംഗ് യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റിക്കാരുടെ കെട്ടിടമാണ്. അവിടെ നിന്ന് അവർ ചില കാരണങ്ങൾ പറഞ്ഞ് എന്നെ ഒഴിപ്പിച്ചു. പെട്ടെന്ന് മില്ല് എനിക്ക് ഇളക്കിക്കൊണ്ട് പോകേണ്ടി വന്നപ്പോൾ അത് ഇടാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്താൻ ഞാൻ ലേശം പാടുപെട്ടു. ഞാൻ ഒരു ഷെഡ് കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുവന്ന് ആ മില്ലുമായി ബന്ധപ്പെട്ട മെഷീനറിയൊക്കെ കൊണ്ടുവച്ചെങ്കിലും ഒരു ദിവസം രാത്രി ചില ആളുകൾ ആ മെഷീനറിയുടെ ഭാഗമായ മോട്ടോർ നശിപ്പിച്ചു. ഇതൊക്കെ ചെയ്തത് ആ മുനിസിപ്പൽ ചെയർമാൻ്റെ ഗുണ്ടകളാണെന്ന് ഞാൻ പിറ്റേ ദിവസം പരസ്യമായി പറഞ്ഞു. അത് ആ മുനിസിപ്പൽ ചെയർമാൻ അറിഞ്ഞു. അയാൾ ആ നിമിഷം മുതൽ എനിക്കെതിരെ പരസ്യമായി രംഗത്തിറങ്ങിയായിരുന്നു. ശരിക്കും എന്താ പറയേണ്ടത്, അയാൾ എന്നെ അവിടുന്ന് ഓടിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഞാൻ രാജാ മാൻസിംഗിൻ്റെ സംഘത്തിൻ്റെ ഭാഗമായത്. വളരെ ചുരുക്കി അയാളുടെ അനുഭവം പറഞ്ഞു. രാജാ മാൻസിംഗിൻ്റെ സംഘത്തിൻ്റെ ഭാഗമായി മാറിയ ആളുകൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള ചില കഥകൾ പറയാനുണ്ടാകും. അത്തരത്തിലൊരു കഥയാണ് ദർബാർ സിംഗ് എന്ന ആ വ്യക്തിക്കും പറയാനുണ്ടായിരുന്നു. അയാൾ ആ കഥ പറഞ്ഞതിന് ശേഷം അയാളുടെ പുറകെ നിൽക്കുന്ന 2 ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിൽ പൊക്കം കുറഞ്ഞ മനുഷ്യനെ അയാൾക്ക് പരിചയപ്പെടുത്തി. അത് ഹൈദർ ഖാൻ. ഹൈദർ ഖാനും ഞാനും നിനക്കൊപ്പം വരാം. നമുക്ക് 3 പേർക്കും ചേർന്ന് ആ ജമീന്ദാറിന് ഒരു പണി കൊടുക്കണം. കുഞ്ചിലാൽ എന്ന ആ ജമീന്ദാർ അയാളുടെ ഗുണ്ടകൾ ഉപയോഗിച്ച് ബാപ്പത് റാവു എന്ന ഛോട്ടാ സിംഗിനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ്. അതിന് കുഞ്ചിലാലിന് ഒരു പണി കൊടുക്കണം. ദർബാർ സിംഗിനെ കുഞ്ചിലാലിനെ നേരിടാൻ വ്യക്തമായ ഒരു പ്ലാനുണ്ട്. പിറ്റേ ദിവസം ഛോട്ടാ സിംഗ് മാർക്കറ്റിൽ ഭിക്ഷയാചിച്ചിരിക്കുകയാണ്. ഏകദേശം രാത്രി 7:30 മണി കഴിഞ്ഞപ്പോൾ ഒരു സുന്ദരി അയാളെ കടന്നു പോകുന്നത് ഛോട്ടാ സിംഗ് കണ്ടു. ആ സുന്ദരി ഛോട്ടാ സിംഗിനെ കടന്നു പോയതും ഛോട്ടാ സിംഗ് തലേദിവസം ഛോട്ടാ സിംഗ് കണ്ട ദർബാർ സിംഗിനെയും കണ്ടു. ഛോട്ടാ സിംഗിനെ ഉപദ്രവിച്ച കർണിലാൽ എന്ന ആ മാർവാടിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ആ സുന്ദരി. കർണിലാലിന് പല ദിവസവും ഇത്തരത്തിൽ ഒരു കലാപരിപാടിയുണ്ട്. രാത്രി വീട്ടിൽ നിന്ന് അയാളുടെ ഫാം ഹൗസിലേക്ക് തിരിക്കും. ഫാം ഹൗസിലേക്കാണ് ആ പെൺകുട്ടിയും പോകുന്നത്. സുന്ദരികളായ പെൺകുട്ടികളെ അയാളുടെ ഫാം ഹൗസിൽ അയാൾ രാത്രി വിളിച്ചു വരുന്നു. അയാളുടെ വീട്ടിൽ നിന്ന് അയാളുടെ ഫാം ഹൗസിൽ അയാൾ എത്തുമ്പോൾ അയാളെ അവിടെ വെച്ച് നേരിടാമെന്നാണ് ദർബാർ സിംഗ് ഛോട്ടാ സിംഗിനോട് തലേദിവസം പറഞ്ഞത്. ആ കാര്യം ഓർമ്മയുള്ള ഛോട്ടാ സിംഗിനെയാണ് ദർബാർ സിംഗ് ആ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചത്. ആ ചൂണ്ടിക്കാണിക്കലിന്റെ അർത്ഥം മനസ്സിലാക്കിയ ഛോട്ടാ സിംഗ് പതുക്കെ മാർക്കറ്റിൽ നിന്ന് എണീറ്റു. അയാളും പതുക്കെ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഛോട്ടാ സിംഗ് ആ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് ആ ഫാം ഹൗസിന് അടുത്തെത്തി. ഛോട്ടാ സിംഗ് അവിടെ കാത്തു നിൽക്കുമ്പോൾ ദർബാർ സിംഗിനൊപ്പമുള്ള സുന്ദറും ഹൈദർ ഖാനും അവിടെ എത്തി. അന്ന് രാത്രി കുഞ്ചിലാലിനെ നേരിടുമ്പോൾ സാക്ഷാൽ മാൻസിംഗ് അവിടെ എത്തുമെന്നാണ് തലേ ദിവസം ദർബാർ സിംഗ് ഛോട്ടാ സിംഗിനോട് സൂചിപ്പിച്ചിരിക്കുന്നത്. മാൻസിംഗിനെ ഇതാ താൻ ജീവിതത്തിൽ ആദ്യമായി നേരിൽ കാണാൻ പോവുകയാണെന്നുള്ള അറിവ് ഇപ്പോൾ ഛോട്ടാ സിംഗിനുണ്ട്. അതിൻ്റെതായ ഒരു സന്തോഷം ഛോട്ടാ സിംഗിന്റെ ഉള്ളിലുണ്ട്. ഛോട്ടാ സിംഗും ദർബാർ സിംഗും സുന്ദറും ഹൈദർ ഖാനും അവിടെ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ആ പെൺകുട്ടി ഗേറ്റ് കടന്ന് വീട്ടിലെത്തി വീടിന്റെ വാതിൽ മുട്ടിയതും ആ പെൺകുട്ടിക്ക് വേണ്ടി വാതിൽ തുറന്ന ആളുകളെ ഛോട്ടാ സിംഗ് ദൂരന്നേ കണ്ടു. അയാളെ തല്ലിയ ആ ഗുണ്ടകളാണ് ആ വാതിൽ തുറന്നത്. ആ പെൺകുട്ടി അകത്തേക്ക് കയറിയതും ആ ഗുണ്ടകൾ വാതിലടച്ചു. ആ പെൺകുട്ടി അകത്തേക്ക് കയറി ഏതാനും മിനിറ്റ് കഴിഞ്ഞതും ദർബാർ സിംഗും ഹൈദറും
ഛോട്ടാ സിംഗും സുന്ദറും കൂടി ആ വീടിനടുത്തേക്ക് നീങ്ങി. ദർബാർ സിംഗ് വീടിന്റെ വാതിലിന് മുന്നിലും ബാക്കി 3 പേർ അല്പം മാറി നിന്നു. ദർബാർ സിംഗ് ആ വാതിലിൽ മുട്ടി. ആദ്യത്തെ തവണ മുട്ടിയിട്ടും അകത്തുനിന്നും ഒരു അനക്കും കേട്ടില്ല. ദർബാർ സിംഗ് വീണ്ടും വാതിൽ മുട്ടിയതും ആരോ നടന്നു വന്ന ശബ്ദം ദർബാർ സിംഗിന് കേൾക്കാം. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. വാതിൽ തുറന്ന ആള് ദർബാർ സിംഗിനോട് ചോദിച്ചു, ആരാ? അയാൾ അങ്ങനെ ചോദിച്ചതും ദർബാർ സിംഗ് അയാളുടെ കയ്യിലിരുന്ന വടി കൊണ്ട് ആ ചോദിച്ച വ്യക്തിയുടെ തലയിലടിച്ചതും ഒരേ നിമിഷത്തിലാണ്. തലയിൽ അടിച്ചു എന്ന് മാത്രമല്ല, ദർബാർ സിംഗ് പെട്ടെന്ന് വാതിൽ വഴി അകത്തേക്ക് അടക്കുകയും ചെയ്തു. ഈ സമയത്ത് ദർബാർ സിംഗിന്റെ ഇടതുവശത്ത് വാതിലിന് മറഞ്ഞു നിന്ന ഛോട്ടാ സിംഗും ഹൈദർഖാനും സുന്ദറും അകത്തേക്ക് കടന്നു. ആ മുറിയിൽ അടിയേറ്റ് വീണ ആ ഗുണ്ടയ്ക്ക് പുറമേ ഉള്ളത് നേരത്തെ ആ വീടിനകത്തെ കയറിയ ആ സുന്ദരിയാണ്. അവളോട് മറ്റേയാൾ എവിടെയെന്ന് ആംഗ്യത്തിൽ അവർ ചോദിച്ചതും അകത്തുണ്ടെന്ന് അവൾ ആംഗ്യം കാണിച്ചു. അവളും കൂടി ഈ നാടകത്തിന്റെ ഭാഗമാണ്. ദർബാർ സിംഗും സുന്ദറും ഹൈദർഖാനും ഛോട്ടാ സിംഗും അടുത്ത മുറിയിലേക്ക് നോക്കുമ്പോൾ അടുത്ത മുറിയിൽ നിന്ന് ഒരാൾ നടന്നു വരുന്ന ശബ്ദം അവർ കേട്ടു. മുൻവശത്തെ മുറിയിൽ എന്തൊരു ശബ്ദം കേട്ടതുകൊണ്ട് അകത്ത മുറിയിലുണ്ടായിരുന്ന വ്യക്തി അങ്ങോട്ട് വരുന്നതാണ്. അയാൾ അകത്ത മുറിയിൽ നിന്ന് ആ മുൻവശത്തെ ഹാളിലേക്ക് കടന്ന നിമിഷത്തിൽ ദർബാർ സിംഗിന്റെ കയ്യിലിരുന്ന ആ വടി ഒന്നുകൂടി മുകളിലേക്ക് ഉയർന്ന് താണു. ആ വടി ശരിക്കും ഛോട്ടാ സിംഗിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. ആ വടിയുടെ അറ്റത്ത് തടി കൊണ്ടുള്ള ഒരു ബോൾ പിടിപ്പിച്ചിരിക്കുകയാണ്. ആ ബോൾ കൊണ്ടാണ് ദർബാർ സിംഗ് അകത്തേക്ക് വന്ന മനുഷ്യന്റെ തലയിൽ അടിച്ചത്. നേരത്തെ വാതിൽ തുറന്ന മനുഷ്യന്റെ തലയിലടിച്ചതും അതേ ബോൾ ഉപയോഗിച്ചാണ്. ശരിക്കും ഒരു അടിപൊളി ആയുധം. ആ ഗുണ്ടയും അടിയേറ്റ് താഴെ വീണതും അവർ രണ്ടുപേരെയും ഛോട്ടാ സിംഗും കൂടെയുള്ള ആളുകളും ചേർന്ന് കിട്ടാവുന്ന കയറൊക്കെ ഉപയോഗിച്ച് കെട്ടി ബന്ദോസാക്കി. അതിനുശേഷം ദർബാർ സിംഗ് ആ പെൺകുട്ടിയോട് പറഞ്ഞു, നിന്റെ കൈയും കാലും ഒക്കെ ഞങ്ങൾ കെട്ടുകയാണ്, നീ ശരിക്കും അക്രമത്തിന് ഇരയായെന്ന് അവന്മാർക്ക് തോന്നണം. അങ്ങനെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ കൈയും കാലും അവരെയും കെട്ടി. അതിനുശേഷം കുറച്ച് തുണിയെടുത്ത് അവിടെ വായിലേക്ക് കുത്തിക്കയറ്റിയിട്ട് അവിടെ ഡ്രസ്സൊക്കെ വലിച്ചു കീറി. ആ വേഷത്തിൽ അവളെ കാണുമ്പോൾ അവളെ അക്രമികൾ ആക്രമിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ബോധം വീഴുമ്പോൾ ആ ഗുണ്ടകൾക്ക് തോന്നണം. അതാണ് അവരുടെ ലക്ഷ്യം. ഇത്രയും സംഭവങ്ങൾ പൂർത്തീകരിച്ചതും ദർബാർ സിംഗ് സുന്ദറോട് പറഞ്ഞു, സുന്ദർ, നീ ചെന്ന് സാബിനെ വിവരം അറിയിക്കും. രാജാ മാൻസിംഗിനെ വിവരം ധരിപ്പിക്കാനായി സുന്ദർ പുറത്തേക്ക് പോയി. സുന്ദർ പുറത്തേക്ക് പോയതും ദർബാർ സിംഗ് ഹൈദറോട് പറഞ്ഞു, ഹൈദർ, ഇവിടെ ഇപ്പോൾ നല്ല ഇരുട്ടാണ്, നമുക്ക് ആ വിളക്കൊന്ന് കൊളുത്തി വെച്ചാലോ? അങ്ങനെ ഹൈദറോട് ദർബാർ സിംഗ് പറഞ്ഞതും അകത്ത മുറിയിലുണ്ടായിരുന്ന വിളക്കിൽ അല്പം കൂടി എണ്ണ ഒഴിച്ച് ഹൈദർ അതിനെ ഒന്ന് പ്രകാശിപ്പിച്ചു. ഇപ്പോൾ ആ വീടിനകത്ത് അത്യാവശ്യം പ്രകാശമായി. 2 ഗുണ്ടകളെയും വായ്ക്കകത്ത് തുണി കുത്തിക്കയറ്റി കെട്ടിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ സുന്ദരിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. ദർബാർ സിംഗും ഛോട്ടാ സിംഗും ഹൈദർഖാനും അങ്ങനെ കാത്തിരിക്കുമ്പോൾ അവര് ആ ശബ്ദം കേട്ടു. ഒരാള് വാതിലിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ശബ്ദമാണ് അവർ കേട്ടത്. വാതിലിന്റെ അടുത്തേക്ക് നടന്നെത്തിയ ആള് വാതിൽ മുട്ടിയിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഇടാ, ഞാനാണ്, വാതിൽ തുറക്ക്. ശബ്ദം കേട്ടതും വാതിലിന്റെ 2 ഭാഗത്തേക്കായി ഹൈദർഖാനും ഛോട്ടാ സിംഗും മാറി. ദർബാർ സിംഗ് വാതിലിലെ കുറ്റിയെടുത്തു. കുറ്റിയെടുത്ത് വാതിൽ തുറക്കപ്പെട്ടതും വാതിലിന്റെ ഒരു വശത്തേക്ക് ദർബാർ സിംഗ് മാറുകയാണ്. വാതിലിന്റെ അകത്തേക്ക് കടന്നതും കൻസിലർ ചോദിച്ചു, ഇടാ, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ അകത്ത് വിളക്ക് കൊളുത്തു വെക്കരുതെന്ന്? ആരെങ്കിലും കണ്ടാലോ? അങ്ങനെ അയാൾ ചോദിച്ചതും ദർബാർ സിംഗിന്റെ വടി മുകളിലേക്ക് ഉയർന്നു ഒന്ന് താണു. ആ പന്ത് കൃത്യം കഞ്ചലാലിന്റെ തലയിൽ തന്നെ പതിച്ചു. ദർബാർ സിംഗ് ആ വടിയും ബോളും കൊണ്ടുള്ള ആയുധം കൊണ്ട് കുഞ്ചിലാലിന്റെ തലയിൽ ആഞ്ഞു നിടിച്ചതും അയാൾ താഴേക്ക് വീണു. ശരിക്കും ഒരൊറ്റ അടിക്ക് ഒരാളെ ബോധം കെടുത്താൻ ദർബാർ സിംഗിന് ആ ആയുധം മതി. കുറെ കഴിഞ്ഞപ്പോൾ ദർബാർ സിംഗും അയാളുടെ ആ 2 ഗുണ്ടകൾക്കും ബോധം വീണു. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. അവിടെ അവർ കൊണ്ടുവന്നിരുന്ന ആ പെൺകുട്ടി ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അവളുടെ ദേഹത്തെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയിരിക്കുകയാണ്. അവർ ബോധമില്ലാതെ കിടന്ന സമയത്ത് ആ പെൺകുട്ടി ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു രംഗമാണ് അവർ കാണുന്നത്. അതേ സമയത്ത് തന്നെ അവർ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. അല്പം മാറി നിന്ന് 2 ആളുകൾ സംസാരിക്കുന്നു. അതിൽ ഒരാളെ അവർക്കറിയാം. 2 ദിവസങ്ങൾക്ക് മുമ്പ് ജമീന്ദാർ കുഞ്ചിലാലിന്റെ കടയിൽ ഭിക്ഷ ചോദിച്ചു വന്ന ആ ഭിക്ഷക്കാരനാണ് അതിൽ ഒരാൾ. അവനെ ക്രൂരമായി മർദ്ദിച്ച ആ രംഗം ഇപ്പോഴും കുഞ്ചിലാലിന് ഓർമ്മയുണ്ട്. കുഞ്ചിലാൽ
അയാളുടെ ജീവനക്കാരെ ഉപയോഗിച്ച് അവനെ മർദ്ദിച്ചു എന്ന് മാത്രമല്ല, ആ ഭിക്ഷക്കാരനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് പോലീസിനെ കൊണ്ട് അടിപിടിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും അവൻ പ്രതികാരം ചെയ്യാനായി ആരെയൊക്കെ കൂട്ടി വന്നതാണ്. കഥ കുഞ്ചിലാലിന് മനസ്സിലായി. കുഞ്ചിലാലും അയാൾക്കൊപ്പമുള്ള ഗുണ്ടകളും അമ്പരപ്പോടുകൂടി ആ ഭിക്ഷക്കാരനെയും അയാൾക്കൊപ്പമുള്ള ആളെയും നോക്കി നിൽക്കുമ്പോൾ ഛോട്ടാ സിംഗിനോട് ദർബാറ സിംഗ് അയാളുടെ കഥയുടെ ബാക്കി ഭാഗം പറയുകയാണ്. ശരിക്കും അയാളുടെ മില്ല് തകർന്ന് തരിപ്പണമായപ്പോൾ ആ മില്ലിന്റെ പാർട്സ് ഒക്കെ അയാളൊരു വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുമ്പോഴാണ് ആ വീട്ടിൽ വെച്ച് ആ മില്ലിന്റെ മോട്ടോർ കേടായത്. അത് ഒരു പരുവത്തിന് അയാൾ നന്നാക്കി മറ്റൊരു വീട്ടിലേക്ക് അത് മാറ്റിയപ്പോൾ ഒരു ദിവസം രാത്രി ആ വീടങ്ങ് കത്തി. ശരിക്കും ആ വീട്ടിനകത്തേക്ക് നുഴഞ്ഞു കയറിയ ആരോ പെട്രോൾ ഒഴിച്ച് ആ വീട് കത്തിക്കുകയായിരുന്നു. ജീവിക്കാൻ അവർക്ക് മറ്റൊരു അവസരവുമില്ല എന്ന് മനസ്സിലാക്കിയ ദർബാറ സിംഗ് ഭാര്യയും മക്കളുമായി അവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഒളിച്ചോടുകയായിരുന്നു. ശരിക്കും ആ ഒളിച്ചോട്ടം ഒരു ദുരന്തത്തിലാണ് കലാശിച്ചത്. അവർ യാത്ര ചെയ്ത വള്ളം ശക്തമായ ഒഴുക്കിൽ നദിയിൽ മറിഞ്ഞപ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ടത് ഭാര്യയും 2 മക്കളുമാണ്. ആ ഒഴുക്കിൽ അയാൾ നദിയുടെ അക്കരെ വന്നടിഞ്ഞു. അയാൾക്ക് ബോധം വീഴുമ്പോൾ അയാളുടെ അടുത്ത് ഒരു ആചാനബാഹു നിപ്പുണ്ട്. അയാൾ ദർബാറ സിംഗിനോട് കാര്യങ്ങളൊക്കെ തിരക്കി. ആ മനുഷ്യൻ ദർബാറ സിംഗിനെ അയാൾക്കൊപ്പം കൂട്ടുകയായിരുന്നു. ആ മനുഷ്യൻ ദർബാറ സിംഗിനെ രാജ മാൻസിംഗിന്റെ അടുത്ത് എത്തിച്ചു. ദർബാറ സിംഗിന്റെ കഥ കേട്ട രാജ മാൻസിംഗ് ദർബാറയോട് ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്. കൂടെ നിൽക്കുന്നു എന്നാണ് ചോദ്യം. കൂടെ നിൽക്കാം എന്ന് ദർബാറ ഉറപ്പിച്ചു പറഞ്ഞു. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഓപ്പറേഷന് രാജ മാൻസിംഗ് ദർബാറെ തന്നെ ചുമതലപ്പെടുത്തി. ചമ്പൽഘാടിന്റെ സമീപത്തുകൂടി ഒരു വഴി അടുത്ത ടൗണിലേക്ക് പോകുന്നുണ്ട്. ആ ടൗണിലേക്ക് പോകുന്ന ഒരു സംഘത്തെ ആക്രമിക്കാനുള്ള നിർദ്ദേശമാണ് ദർബാറയ്ക്ക് കിട്ടിയത്. ദർബാറയും ദർബാറയ്ക്കൊപ്പമുള്ള ടീമും ചേർന്ന് ആ സംഘത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിന്റെ നേതാവിനെ പിടികൂടിയപ്പോഴാണ് ദർബാറ ആ കാര്യം മനസ്സിലാക്കുന്നത്. ആ നേതാവ് മറ്റാരുമല്ല, സാക്ഷാൽ അർജുൻ സിംഗ് ആണ്. ദർബാറ സിംഗിനെ ശരിക്കും കൊല ചെയ്ത ആ മുനിസിപ്പാലിറ്റിയുടെ പ്രസിഡന്റാണ് അർജുൻ സിംഗ്. ദർബാറ സിംഗിന്റെ മില്ല് തീയിട്ടതും ദർബാറ സിംഗിന്റെ എല്ലാ നഷ്ടങ്ങൾക്കും കാരണക്കാരനായ അതേ അർജുൻ സിംഗിനെ രാജ മാൻസിംഗിന്റെ മുന്നിൽ എത്തിച്ചു. രാജ മാൻസിംഗ് അവിടെ എത്തുന്ന ഏതൊരാൾക്കും അവരുടെ ഭാഗം പറയാനുള്ള അവസരം കൊടുക്കും. രാജ മാൻസിംഗ് അർജുൻ സിംഗിനോട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. ആ നിൽക്കുന്ന മനുഷ്യനെ അറിയുമോ എന്നതാണ് ചോദ്യം. ദർബാറ സിംഗിനെ ചൂണ്ടിയുള്ള ആ ചോദ്യത്തിന് അർജുൻ സിംഗ് പറഞ്ഞ മറുപടി അയാൾക്ക് അറിയില്ലെന്നാണ്. ദർബാറ സിംഗ് അയാളെ നശിപ്പിച്ച വ്യക്തി അർജുൻ സിംഗ് ആണെന്ന് നേരത്തെ തന്നെ മാൻസിംഗിനോട് പറഞ്ഞിരുന്നു. മാൻസിംഗിനെ അർജുൻ സിംഗിനെ കാണിച്ച് ഒരിക്കൽ കൂടി ദർബാറ അത് ബോധ്യപ്പെടുത്തിയതുമാണ്. പക്ഷെ അർജുൻ സിംഗ് ഇപ്പൊ തിരിച്ചു പറയുകയാണ്, അയാൾക്ക് ദർബാറയെ പരിചയമേ ഇല്ല, കണ്ടിട്ട് പോലും ഇല്ല എന്നാ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും രാജ മാൻസിംഗിന്റെ ടീം അംഗങ്ങൾ ഒരു അന്വേഷണം നടത്തി. അവർ ടൗണിൽ ചെന്ന് ദർബാറ പറഞ്ഞ കഥയും അർജുൻ സിംഗ് പറഞ്ഞ കഥയും ഒന്ന് അന്വേഷിച്ചു. അതിനുശേഷം മടങ്ങി വന്ന ആ ടീം രാജ മാൻസിംഗിന് റിപ്പോർട്ട് നൽകി. ദർബാറ പറഞ്ഞതാണ് ശരി. രാജ മാൻസിംഗിന്റെ ആളുകൾ റിപ്പോർട്ട് രാജ മാൻസിംഗിന് കൊടുത്തതും രാജ മാൻസിംഗ് ആ സദസ് വീണ്ടും വിളിച്ചുകൂട്ടി. രാജ മാൻസിംഗിന്റെ ഇടതുവശത്ത് 10 അടി മുന്നിലായി ദർബാറ സിംഗ് ഇരിപ്പുണ്ട്. വലതു ഭാഗത്ത് 10 അടി മുന്നിലായി അർജുൻ സിംഗ് ഇരിപ്പുണ്ട്. പുറകിലായി 100 കണക്കിന് രാജ മാൻസിംഗിന്റെ അനുയായികൾ. എല്ലാവരുടെ കയ്യിലും ഗണ്ണുണ്ട്. ആ ആയുധധാരികളായ ടീമിനോട് രാജ മാൻസിംഗ് ചോദിച്ചു, ഇയാൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? ഉത്തരം ഉടനുണ്ടായി. അയാളെ ജീവനോടെ കത്തിക്കണം. അമ്പരപ്പിക്കുന്ന ഒരു സമാനത ആ ഉത്തരത്തിനുണ്ട്. ജീവനോടെ കത്തിക്കണമെന്ന് സകലരും പറഞ്ഞതും അർജുൻ സിംഗ് ദർബാറ സിംഗിന്റെ മുന്നിലേക്ക് മുട്ടുകുത്തി വീണ് കരയാൻ ആരംഭിച്ചു. അയാൾ ക്ഷമിക്കണമെന്നാണ് ദർബാറ സിംഗിനോട് അർജുൻ സിംഗ് പറഞ്ഞത്. ദർബാറയോട് രാജ മാൻസിംഗ് പറഞ്ഞു, ദർബാറ, ഇവിടെ ശിക്ഷ കൊടുക്കാനുള്ള അനുവാദം നിനക്കാണ്. നിനക്ക് അയാളെ വാദിക്കാം. കേൾക്കേണ്ട താമസം ദർബാറ അടുത്തുന്ന ആളിൽ നിന്ന് ഒരു കത്തിങ് വാങ്ങിച്ചിട്ട് ഒരൊറ്റ വീശ്, ശരിക്കും കണ്ണ് വയ്ക്കാതെ ദർബാർ സിംഗ് ആ കത്തി വീശുമ്പോൾ ആ കത്തി ഇടതുവശത്ത് വലതുവശത്തേക്ക് കടന്നുപോയ അതേ വേഗതയിൽ അർജുൻ സിംഗിന്റെ തല അറ്റ് താഴേക്ക് വീണു. കണ്ണ് ചിമ്മാതെ തനിക്കൊരു കൊല നടത്താൻ കഴിയുമെന്ന് ദർബാറ മനസ്സിലാക്കുന്നതും ആ നിമിഷത്തിലാണ്. ആ നിമിഷം മുതൽ ദർബാറ പൂർണ്ണമായും രാജ മാൻസിംഗിനൊപ്പമാണ്. രാജ മാൻസിംഗിനെ കുറിച്ചുള്ള അയാളുടെ അനുഭവം ദർബാറ സിംഗ് ഛോട്ടാ സിംഗിനോട് പറഞ്ഞിട്ട് ഛോട്ടയോട് പറഞ്ഞു, റാവു, ഒരു കാരണത്താലും താൻ പേടിക്കേണ്ട കാര്യമില്ല. രാജ മാൻസിംഗ് ന്യായത്തിന്റെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ. നമുക്ക് അദ്ദേഹം നീതി നേടിത്തരും. അങ്ങനെ ദർബാറ സിംഗ് പറഞ്ഞതും വാതിൽ കൊട്ടുകേട്ടു. അവർ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ പുറത്ത് സുന്ദറും ഹൈദർഖാനും ഉണ്ട്. അവർ നിർദ്ദേശിച്ചനുസരിച്ച് കുഞ്ചിലാലിനെ അവർ അവിടെ നിന്ന് ചുമന്ന് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
സുന്ദർ ആ മുറി ഭദ്രമായി അടയ്ക്കാനും മറന്നില്ല. അവര് കുഞ്ചിലാലിനെയും കൊണ്ട് ഗേറ്റിന് പുറത്തെത്തുമ്പോൾ പുറത്ത് ഒരു കാറ് കിടപ്പുണ്ട്. ആ കാറിന്റെ പുറകു സീറ്റിലേക്ക് അവർ കുഞ്ചിലാലിനെ ഇടുകയായിരുന്നു. ഛോട്ടാ സിംഗിനെയും കാറിലേക്ക് കയറ്റി. കാറ് അവിടെ നിന്ന് ഓടി തുടങ്ങിയാണ്. ഏകദേശം ഒരു 2-3 മണിക്കൂർ ആ കാറ് വിവിധ റോഡുകളിലൂടെ ഓടി ഒരു നദിയുടെ തീരത്തെത്തി. അനവധി ഊടുവഴികളിലൂടെ ഓടിയാണ് ആ കാറ് നദിയുടെ തീരത്തെത്തിയിരിക്കുന്നത്. അവിടെ അവരിറക്കിയിട്ട് കാറ് കടന്നുപോയി. അവരെ കാത്ത് അവിടെ ഒരു വള്ളമുണ്ട്. ആ വള്ളത്തിലേക്ക് കുഞ്ചിലാലിനെ വീണ്ടും എടുത്തിട്ടു. ഛോട്ടാ സിംഗുമായി ആ വള്ളം നദി ക്രോസ് ചെയ്ത് പോവുകയാണ്. ചമ്പൽ നദി ക്രോസ് ചെയ്ത് ആ വള്ളം കരയ്ക്കെടുക്കുമ്പോൾ അവിടെ അവരെ കാത്ത് വേറെ 1-2 പേരുണ്ട്. അവരൊരു ടീമായിട്ട് കാട്ടിനകത്തേക്ക് പ്രവേശിച്ചു. ശരിക്കും ആ കാടിനകത്തുകൂടിയുള്ള യാത്ര ഛോട്ടാ സിംഗിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. അമ്പരപ്പിക്കുന്നതാണ് ആ കാട്. മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന കാട്ടിനകത്ത് നിന്ന് ശരിക്കും മലകളുള്ള, ചരിവുകളുള്ള, കുഞ്ഞ അരുവികളുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ അവർ യാത്ര ചെയ്യുകയാണ്. ഒരു കാരണവശാലും അവരെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അവർ കടന്നുപോയ വഴി കണ്ടുപിടിക്കാൻ കഴിയാത്ത ശൈലിയിൽ ദുർഘടം പിടിച്ച ഒരു യാത്രാ പഥമാണ് ആ ടീം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദർബാർ സിംഗിന് പുറകെ ആ സ്ഥലമൊക്കെ നിരീക്ഷിച്ച് ആ രാത്രിയിൽ ഛോട്ടാ സിംഗ് അങ്ങനെ നടക്കുകയാണ്. നേരം പരപരാ വെളുത്തപ്പോൾ ഛോട്ടാ സിംഗ് ടീമും ഒരു വലിയ പാറയുടെ ഭാഗത്തേക്ക് വന്നു. ആ പാറയുടെ മുകളിലേക്ക് 1-2 സ്റ്റെപ്പ് വെച്ച് ദർബാർ സിംഗ് കുഞ്ചിലാലിനെ താഴെ നിർത്താൻ ആവശ്യപ്പെട്ടു. അയാളുടെ കൈയും കാലും ഒക്കെ കെട്ടിയിരിക്കുകയാണ്. അതൊക്കെ അഴിച്ചിട്ട് അയാളോട് നടക്കാൻ ആവശ്യപ്പെട്ടു. ഇപ്പോ കുഞ്ചിലാലും നടക്കുകയാണ്. പാറയുടെ ഇടയിൽ കൂടിയാണ് അവർ നടക്കുന്നത്. പാറയുടെ ഇടയിൽ കൂടി മുന്നോട്ട് നടന്ന ഛോട്ടാ സിംഗ് ശരിക്കും ഞെട്ടിയതെന്ന് പറയാം. ഒരു അടിപൊളി ഗുഹയ്ക്കുള്ളിലേക്കാണ് ഛോട്ടാ സിംഗ് ഇപ്പൊ കടന്നിരിക്കുന്നത്. വിശാലമായ ഒരു തുരങ്കം, നാച്ചുറൽ തുരങ്കമാണ്. പാറകൾ കൊണ്ട് ഒരു തുരങ്കം അവിടെ അങ്ങനെ രൂപപ്പെട്ടിരിക്കുകയാണ്. ആ തുരങ്കത്തിനകത്തേക്ക് കടന്ന ആ ടീമിനെ നയിച്ചുകൊണ്ട് പോകുന്ന ദർബാർ സിംഗ് പെട്ടെന്ന് വലത്തോട്ട് തിരിഞ്ഞു. അവിടെ മറ്റൊരു വഴി, അതും ഒരു ആർച്ച് ആകൃതിയിലാണ്. അനവധി ആ ശൈലികളിലൂടെ നടന്ന് ദർബാർ സിംഗ് നയിച്ച ടീം എത്തിച്ചേർന്നത് ഒരു തുറസായ പ്രദേശത്താണ്. ശരിക്കും ആ തുറസായ പ്രദേശത്തേക്ക് എത്തിയ ഛോട്ടാ സിംഗ് അത്ഭുതത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. തുറസായ സ്ഥലമെന്ന് അയാൾക്ക് തോന്നിയ സ്ഥലം ശരിക്കും ഒരു കോട്ടയാണ്. നാച്ചുറൽ കോട്ട എന്ന് പറയാം. ചില സ്ഥലത്തൊക്കെ 200 അടിയോളം പൊക്കത്തിൽ പാറ ഉയർന്നു നിൽക്കുകയാണ്. പാറ കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു വലിയ കോട്ടയ്ക്കുള്ളിലേക്കാണ് അയാൾ കടന്നിരിക്കുന്നത്. ആ കോട്ടയ്ക്കുള്ളിൽ നിറയെ പാറകളുണ്ട്. ആ പാറകളിലൊക്കെ ആളുകൾ ഇരിപ്പുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ ഗണ്ണുകളുമുണ്ട്. പല ഭാഗത്തും ഏറുമാടങ്ങൾ പോലുള്ള ചില സംവിധാനങ്ങൾ കാണാം, ടെന്റുകൾ കാണാം. ആ ടെന്റുകളുടെയൊക്കെ മുന്നിൽ തോക്കുധാരികളായ ആളുകൾ നിൽപ്പുണ്ട്. എല്ലാം ഓട്ടോമാറ്റഡ് ഗണ്ണുകളാണ്, ടോമി ഗണ്ണുകൾ. ഛോട്ടാ സിംഗ് ശരിക്കും കൗതുകത്തോടെ ആ പരിസരം ഒന്ന് വീക്ഷിക്കുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞു. നേരം വെളുത്തു തുടങ്ങിയതുകൊണ്ട് ആ ഭാഗം മുഴുവൻ നന്നായി കാണാൻ പറ്റും. ഛോട്ടാ സിംഗിനെ പോലെ തന്നെ അമ്പരപ്പിലാണ് കുഞ്ചിലാലും. അയാൾ എത്തപ്പെട്ടിരിക്കുന്നത് സകലരും ഭയത്തോടെ മാത്രം ഓർക്കുകയും കേൾക്കുകയും ചെയ്യുന്ന രാജ മാൻസിംഗിന്റെ സവിധത്തിലേക്കാണെന്ന് അപ്പോഴാണ് കുഞ്ചിലാലിന് മനസ്സിലായത്. കുഞ്ചിലാലിനെ കൊണ്ട് എത്തിയ ദർബാർ സിംഗ് ടീമും കുഞ്ചിലാലിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയതും ആ ടീമിലുള്ള സുന്ദർ നേരെ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു. അവിടെ ഒരു വലിയ ടെന്റ് ഉണ്ട്. മനോഹരമായ ആ ടെന്റിന് മുമ്പിൽ തോക്കുധാരികളായ കാവൽക്കാരുണ്ട്. അവരുടെ നേരെയാണ് സുന്ദർ നടക്കുന്നത്. സുന്ദർ അവിടേക്ക് പോകുമ്പോൾ ആ ഭാഗത്തേക്ക് അറിയാതെ ഛോട്ടാ സിംഗ് ഒന്ന് നോക്കി പോവുകയാണ്. ഛോട്ടാ സിംഗ് കൗതുകത്തോടെ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കുമ്പോൾ സുന്ദർ ചെന്ന ടെന്റിനകത്ത് നിന്ന് നല്ല പൊക്കമുള്ള ഒരു ആചാരബാഹു, ഒരു തലപ്പാവ് ധരിച്ച നല്ല താടിയുള്ള മീശയുള്ള ശരിക്കും മജസ്റ്റിക് എന്ന് പറയാൻ കഴിയുന്ന സ്റ്റെപ്പുകളിലൂടി അങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഛോട്ടാ സിംഗ് ശരിക്കും ഒരു ചോട്ട ആയതുപോലെ തോന്നി. അയാൾ അമ്പരപ്പോടെ ആ മനുഷ്യൻ നോക്കുമ്പോൾ അയാൾ നടന്ന് ഛോട്ടാ സിംഗിന്റെ സമീപത്തെത്തി. ഏയ് ബാപ്പത്ത് റാവു, യാത്ര സുഖമായില്ലേ? അവിടെ വന്നിരിക്കുന്ന ആള് ബാപ്പത്ത് റാവു ആണെന്നുള്ള കാര്യം രാജ മാൻസിംഗിനോട് സുന്ദർ സൂചിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് രാജ മാൻസിംഗ് ആ ശൈലിയിൽ സംബോധന ചെയ്തത്. സാഹിബ് സുഖമായിട്ടാണ് എത്തിയത്. പെട്ടെന്ന് തന്നെ ഛോട്ടാ സിംഗ് മറുപടി പറഞ്ഞു. ബാപ്പത്ത് റാവു എന്ന ഛോട്ടാ സിംഗിനോട് സംസാരിച്ചിട്ട് രാജ മാൻസിംഗ് തിരിഞ്ഞത് കുഞ്ചിലാലിന് നേരെയാണ്. കുഞ്ചിലാൽ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്നറിയാവോ? സാഹിബ്, എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ പിടിച്ചുകൊണ്ട് വന്നതാണ്. ഏയ് കുഞ്ചിലാൽ, നമുക്ക് ആ കാര്യങ്ങളൊക്കെ വൈകുന്നേരം ഒന്ന് സംസാരിക്കാം. വൈകുന്നേരം എന്തായാലും നിനക്ക് നിന്റെ ഭാഗങ്ങൾ പറയാനുള്ള അവസരം കിട്ടും. അങ്ങനെ പറഞ്ഞിട്ട് രാജ മാൻസിംഗ് ബാപ്പത്ത് റാവുവിനെ ഒന്ന് വിഷ് ചെയ്തിട്ട് അകത്തേക്ക് പോയി. അന്ന് പകൽ ബാപ്പത്ത് റാവുവിനും അതുപോലെ കുഞ്ചിലാലിനും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആ ടീം അംഗങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഭക്ഷണമൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ പകല് ഒന്നും സംഭവിച്ചില്ല. രാത്രി കൃത്യം 8 മണിയായപ്പോൾ രാജ മാൻസിംഗ് ഇരിക്കുന്ന ആ സിംഹാസനം പോലെയുള്ള
പാറപ്പുറത്തേക്ക് രാജ മാൻസിംഗ് വന്നിരുന്നു. അതിനനുസരിച്ച് മറ്റു ഭാഗത്തൊക്കെ ആളുകൾ ഇരുന്നു തുടങ്ങി. ഒരു രാജസദസ്സിനകത്ത് ആളുകൾ ഇരിക്കുമ്പോൾ കൊള്ളസംഘത്തിലെ ആളുകൾ അവരുടെ പൊസിഷനിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞതും രാജ മാൻസിംഗിന്റെ ഇടതുവശത്തായി ബാപ്പത്ത് റാവു എന്ന ഭിക്ഷക്കാരനെയും വലതു ഭാഗത്തായി ജമീന്ദാറായ കുഞ്ചൻലാലിനെയും കൊണ്ടുവന്നിരുത്തി. രണ്ടുപേരോടുമായി രാജ മാൻസിംഗ് പറഞ്ഞു, ഇവിടെ കുറ്റം ആരോപിക്കുന്ന ആക്കും ആരോപിക്കപ്പെടുന്ന ആക്കും ഒരേ അവസരമാ ലഭിക്കുക. രണ്ടുപേർക്കും അവരുടെ ഭാഗം ന്യായീകരിക്കാനുള്ള സമയം ഞങ്ങൾ നൽകും. അങ്ങനെ പറഞ്ഞിട്ട് രാജ മാൻസിംഗ് കുഞ്ചുലാലിന് നേരെ തിരിഞ്ഞു. കുഞ്ചുലാൽ, നിങ്ങൾക്ക് ആ മനുഷ്യനെ അറിയൂ? സാഹിബ്, എനിക്കറിയാം. എൻ്റെ വീട്ടിൽ ഭിക്ഷ അയച്ച് അയാൾ വന്നിരുന്നു. എന്നിട്ട് നിങ്ങൾ ഭിക്ഷ കൊടുത്തു? ഇല്ല. പിന്നെ എന്താ നിങ്ങൾ ചെയ്തത്? സാഹിബ്, ക്ഷമിക്കണം, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്. എൻ്റെ ജീവനക്കാർ, എൻ്റെ ജോലിക്കാർ അയാളെ മർദ്ദിച്ചിരുന്നു. നിന്റെ ജീവനക്കാർ മാത്രമാണോ മർദ്ദിച്ചത്? പോലീസും മർദ്ദിച്ചില്ലേ? പോലീസ് മർദ്ദിക്കണമെങ്കിൽ പരാതി നിങ്ങൾ തന്നെ കൊടുക്കണ്ടേ? ആ ചോദ്യത്തിന് ജമീന്ദാർ കുഞ്ചൻലാലിന് സത്യത്തിൽ ഉത്തരവുണ്ടായിരുന്നില്ല. അയാൾ നിശബ്ദനായിരിക്കുന്നുണ്ടെന്നും രാജ മാൻസിംഗ് അയാളോട് പറഞ്ഞു, ഒരു 18 മാസങ്ങൾക്ക് മുമ്പ് ഒരു കാളവണ്ടിക്കാരന് നിങ്ങൾ പണം കടം കൊടുത്തെന്ന് ഓർക്കുന്നുണ്ടോ? ആ ചോദ്യം രാജ മാൻസിംഗ് ചോദിച്ചപ്പോൾ കുഞ്ചുലാൽ ഒന്ന് നടുങ്ങിയെന്ന് പറയാം. കുഞ്ചുലാലിനെ ഒന്ന് നോക്കിയിട്ട് രാജ മാൻസിംഗ് പറഞ്ഞു, അയാളുടെ സ്ഥലവും അയാളുടെ വണ്ടിയും അയാളുടെ കാളകളും പണയമായി നിങ്ങൾ സ്വീകരിച്ചതാണ്. അയാൾ 18 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ആ പണം മടക്കി നൽകിയപ്പോൾ നിങ്ങൾ അയാൾക്ക് ആ ജാമ്യ വസ്തുക്കളൊന്നും മടക്കി കൊടുത്തില്ല. എന്താ, ശരിയല്ലേ? രാജ മാൻസിംഗിന്റെ ചോദ്യത്തിന് കുഞ്ചുലാലിന് ഉത്തരമില്ല. അയാൾ നിശബ്ദനായി തലകുനിച്ചു. കുഞ്ചുലാൽ, നിങ്ങൾ ആ ചെയ്ത കാര്യം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സാഹിബ്, ക്ഷമിക്കണം, അറിവില്ലാതെ പറ്റിപ്പോയതാണ്. ഏയ് കുഞ്ചുലാൽ, നീ പല വീടുകളിലും പണം കടം കൊടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ പെൺമക്കളെ നിന്റെ അടുത്തേക്ക് എത്തിക്കാറുണ്ടായിരുന്നില്ലേ? രാജ മാൻസിംഗിന്റെ അടുത്ത ആരോപണം കൂടുതൽ ഗൗരവമുള്ളതാണ്. അതിനും കുഞ്ചുലാലിന് മറുപടിയില്ല. കുഞ്ചുലാൽ മറുപടി പറയാതെ തലകുനിക്കുന്നുണ്ടെന്നും രാജ മാൻസിംഗ് അയാളോട് പറഞ്ഞു, നീ ആ പെൺകുട്ടികളെ ബോംബെയിലെ റെഡ് സ്ട്രീറ്റിലേക്ക് കയറ്റി വിട്ടില്ലേ? അവരെ വേശ്യാവൃത്തിയിലേക്ക് പറഞ്ഞു വിട്ടത് നീയല്ലേ? ഈ ശൈലിയിൽ അനവധി കുറ്റ ആരോപണങ്ങൾ രാജ മാൻസിംഗ് കുഞ്ചുലാലിന് നേരെ നടത്തിയതിനു ശേഷം രാജ മാൻസിംഗ് അയാളുടെ അനുയായികളോട് ചോദിച്ചു, ഈ തെറ്റുകൾക്ക് ഇയാൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? മറുപടി ഉടൻ വരികയാണ്, രാജാ സാഹിബ്, ഇയാളെ ജീവനോടെ കുഴിച്ചു മൂടണം, അല്ലെങ്കിൽ ഇയാളെ ജീവനോടെ കത്തിക്കണം. കുഴിയെടുത്ത് ജീവനോടെ ഒരാളെ അതിനകത്ത് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കടന്ന കൈയാണ്. അങ്ങനെ ചെയ്യണമെന്നാണ് രാജ മാൻസിംഗിന്റെ ആ സംഘാംഗങ്ങൾ രാജ മാൻസിംഗിനോട് പറഞ്ഞത്. അത് കേട്ടതും കുഞ്ചുലാൽ കരഞ്ഞുകൊണ്ട് രാജ മാൻസിംഗിനോട് പറഞ്ഞു, സാഹിബ്, ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയതാണ്. രാജ മാൻസിംഗിനോടുള്ള രഞ്ജിത് ലാലിന്റെ ക്ഷമ പറച്ചിൽ കേട്ടതും രാജ മാൻസിംഗ് ബാപ്പത്ത് റാവുവിന് നേരെ തിരിഞ്ഞു. ബാപ്പത്ത് റാവു എന്ന ഛോട്ടാ സിംഗിനോടായി രാജ മാൻസിംഗ് ചോദിച്ചു, ബാപ്പത്ത്, ശിക്ഷ ഇയാൾ അർഹിക്കുന്നുണ്ട്. ഇയാളെ കൊല്ലാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ തരികയാണ്. അത് കേട്ടതും ഛോട്ടാ സിംഗ് ഒന്ന് നടുങ്ങിയെന്ന് പറയാം. ഛോട്ടാ സിംഗിലെ പോലീസുകാരൻ അവസരോചിതമായി ഒരു മറുപടി കണ്ടെത്തി പറഞ്ഞത് ആ നിമിഷത്തിലാണ്. ഛോട്ടാ സിംഗ് രാജ മാൻസിംഗിനോട് പറഞ്ഞു, രാജാ സാഹിബ്, അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഈ വ്യക്തിയെ എനിക്കോ എൻ്റെ കുടുംബത്തിലെ ആർക്കുമോ ഒരു നഷ്ടവും വരുത്തിയിട്ടുള്ള ആളല്ല. വ്യക്തിപരമായി എനിക്ക് കുറച്ച് തല്ല് കിട്ടിയെന്നല്ലാതെ എനിക്ക് ഇയാളോട് വേറെ ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല. അതുകൊണ്ട് അയാളെ കൊല്ലാൻ എന്നോട് പറഞ്ഞാൽ അത് ശരിയായ ഒരു നടപടിയായി എനിക്ക് തോന്നുന്നില്ല. രാജാ മാൻസിംഗിന് മുന്നിൽ ആ ഭിക്ഷക്കാരൻ പറഞ്ഞ മറുപടി സംഘാംഗങ്ങളെയും രാജ മാൻസിംഗിനെയും ഒരേപോലെ അതിശയപ്പെടുത്തുകയാണ്. രാജ മാൻസിംഗിന് മുന്നിൽ കഴിവ് തെളിയിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ തികച്ചും വ്യത്യസ്തമായ അഭിപ്രായം പറയുകയാണ്. രാജ മാൻസിംഗ് ചിരിച്ചുകൊണ്ട് ബാപ്പത്ത് റാവുവിനോട് പറഞ്ഞു, ഹേയ് ബാപ്പത്ത്, നിങ്ങളെ അടിച്ചതിന് സ്വാഭാവികമായിട്ടും തിരിച്ച് അടി കൊടുക്കണ്ടേ? അതിന് നിങ്ങൾ തയ്യാറാണോ? രാജാ സാഹിബ്, അത് ഞാൻ ചെയ്യാം. അങ്ങനെ പറഞ്ഞതും രാജ മാൻസിംഗിന്റെ കൂട്ടത്തിലെ ഒരാൾ ഒരു മുളവടി ബാപ്പത്ത് റാവു എന്ന ഛോട്ടാ സിംഗിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ബാപ്പത്ത് റാവു എന്ന ഛോട്ടാ സിംഗ് ആ മുളവടിയുമായി കുഞ്ചുലാലിന്റെ അടുത്തെത്തി. ആ മുളവടി ഉപയോഗിച്ചുകൊണ്ട് ഛോട്ടാ സിംഗ് കുഞ്ചുലാലിന്റെ മൂട് ലക്ഷ്യമാക്കി ഒരൊറ്റ അടി, നമ്മൾ പന്തിൽ ബാറ്റ് കൊണ്ട് അടിക്കുമ്പോൾ ഒരൊറ്റ അടി. ആ അടിയേറ്റതും കുഞ്ചുലാൽ കമന്ന് താഴേക്ക് വീണു. താഴേക്ക് വീണ കുഞ്ചുലാലിന്റെ മൂട് ലക്ഷ്യമിട്ടുകൊണ്ട്
വീണ്ടും വീണ്ടും ബാപ്പത്ത് റാവു അവിടെ അടിച്ചു. അയാളുടെ മൂട്ടിലും അയാളുടെ തുടയിലുമൊക്കെയാണ് അടിച്ചത്. 2-3 അടി അത്ര ശക്തിയല്ലാതെ ബാപ്പത്ത് റാവു എന്ന ഛോട്ടാ സിംഗ് അയാളുടെ മുതുകിലും കൊടുത്തു. ഏകദേശം ഒരു 12-13 അടി അടിച്ചാണ്. അത്രയും അടിച്ചിട്ട് ബാപ്പത്ത് റാവു ആ മുളവടി അയാൾക്ക് ആ മുളവടി നൽകിയ ആൾക്ക് മടക്കി കൊടുത്തിട്ട് രാജാ മാൻസിംഗിനോട് പറഞ്ഞു, രാജാ സാഹിബ്, എന്നെ അടിച്ചതിന് ഏതാണ്ട് തുല്യം ഞാൻ അടി കൊടുത്തു കഴിഞ്ഞു. ഒരടിയും ഞാൻ കൂടുതൽ അടിച്ചിട്ടില്ല. ആ ഭിക്ഷക്കാരൻ്റെ ശരിക്കും ന്യായയുക്തമായ ആ മറുപടി രാജാ മാൻസിംഗിനെ വളരെയങ്ങ് സന്തോഷിപ്പിച്ചു എന്ന് പറയാം. ഹേയ് ബാപ്പത്ത് റാവു, അപ്പോൾ ഇയാളെ കൊല്ലാൻ താങ്കൾക്ക് ഒരു താല്പര്യമില്ലല്ലേ? രാജാ സാഹിബ്, ഞാൻ പറഞ്ഞു, സത്യമായിട്ടും ഞാനത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ബാപ്പത്ത് റാവു പറഞ്ഞതും രാജാ മാൻസിംഗ് തിരിഞ്ഞ് പുറകിലോട്ട് നോക്കി. പുറകു വശത്തുനിന്ന് ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു. ഇത് എൻ്റെ മകനാണ് തഹസിൽദാർ, അവൻ ഈ ശിക്ഷ നടപ്പാക്കും. രാജാ മാൻസിംഗ് പറഞ്ഞ ആ മറുപടി കേട്ടതും തഹസിൽദാർ സിംഗ് അടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു ടോമി ഗൺ വലിച്ചിങ്ങെടുത്തു. ആ ഓട്ടോമാറ്റിക് ഗൺ അടുത്ത നിമിഷം സാക്ഷാൽ കുഞ്ഞത്ത് ലാലിന് നേരെ തിരിഞ്ഞു. അടുത്ത നിമിഷം നമ്മൾ കാണുന്നത് പറ വെടിപൊട്ടുന്നതാണ്. 5 ഷോട്ടുകളാണ് നിമിഷ നേരം കൊണ്ട് ഫയർ ചെയ്യപ്പെട്ടത്. ആദ്യത്തെ ഷോട്ടിൽ തന്നെ കുഞ്ചുലാൽ തറയിന്ന് ഒന്ന് തെറിച്ചിരുന്നു. ശരിക്കും തറയിൽ നിന്ന് തെറിച്ച കുഞ്ചുലാലിന്റെ പുറത്തേക്കാണ് അടുത്ത ഷോട്ടുകൾ തറച്ചു കയറിയത്. ആ 5 ഷോട്ടിന് ശേഷം തഹസിൽദാർ സിംഗ് ആ ടോമി ഗൺ അയാളുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ നേരെ എറിഞ്ഞു കൊടുത്തിട്ട് ബാപ്പത്ത് റാവുവിനെ നോക്കി ബാപ്പത്ത് റാവുവിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത്. ശരിക്കും അതൊരു വാണിംഗ് ആണ്. ശിക്ഷ അർഹിക്കുന്ന ആളുകളോട് ഒരു തരത്തിലുമുള്ള ക്ഷമയും കാണിക്കാൻ പാടില്ല എന്ന് പറയാതെ പറയുകയാണ് രാജാ മാൻസിംഗിന്റെ മകൻ തഹസിൽദാർ സിംഗ്. ഈ സംഭവം കഴിഞ്ഞതും ബാപ്പത്ത് റാവു എന്ന ഛോട്ടാ സിംഗിനെ ഗൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന ജോലിയിലേക്ക് സംഘങ്ങൾ കടന്നു. ശരിക്കും എല്ലാ ഗണ്ണുകളും വളരെ നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്ന ഛോട്ടാ സിംഗിനെ ഗൺ ഉപയോഗിക്കാൻ ആ സംഘങ്ങൾ പഠിപ്പിക്കുമ്പോൾ അയാൾക്കത് അറിഞ്ഞുകൂടാ എന്ന ഭാവം കാണിക്കേണ്ട ഒരു സാഹചര്യമാണ്. ആദ്യമായി ഒരു തോക്ക് കാണുന്ന പോലെയും പിടിക്കുന്നത് പോലെയും കാഞ്ചി വലിക്കുന്ന പോലെയൊക്കെ ആക്ട് ചെയ്ത് ഛോട്ടാ സിംഗ് ഏതാണ്ട് വിജയിച്ചു എന്ന് പറയാം. ഏകദേശം ഒരു 2 ആഴ്ചത്തെ പരിശീലനം കഴിഞ്ഞപ്പോൾ ഛോട്ടാ സിംഗ് ഒരു സമർത്ഥനായ ഷൂട്ടറായി മാറി. ഛോട്ടാ സിംഗിന് അയാൾ എത്തപ്പെട്ടിരിക്കുന്ന സ്ഥലം അറിയാം. പക്ഷെ ആ സ്ഥലത്തേക്ക് അയാൾ വന്ന വഴി കൂടി ഒരിക്കൽ കൂടി വരാൻ പറഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല. രാത്രിയാണ് അയാൾ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ആ വഴി അയാൾക്ക് ഓർത്തെടുക്കാനും പറ്റത്തില്ല. ആ വഴി ഓർത്തെടുത്താൽ മാത്രമേ അയാൾക്ക് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. എങ്കിൽ മാത്രമേ വൻ പോലീസ് സേനയുമായി വന്ന് മാൻസിംഗിനെ കൂട്ടരെ പിടികൂടാൻ പറ്റും. അതിനുവേണ്ടി ആ സ്ഥലം നന്നായി പഠിക്കാനാണ് യഥാർത്ഥത്തിൽ ഛോട്ടാ സിംഗ് ആ സമയമൊക്കെ വിനിയോഗിക്കുന്നത്. ഛോട്ടാ സിംഗ് ആ ക്യാമ്പിലേക്ക് എത്തി കൃത്യം 3 ആഴ്ച പൂർത്തീകരിച്ചപ്പോൾ ഒരു മിഷന് ഛോട്ടാ സിംഗിനെ കൂടി മാൻസിംഗും കൂട്ടരും കൂടെ കൂട്ടി. അവർ അന്ന് പോകുന്ന ഗ്രാമത്തിൽ ഒരു സെമിന്ദാറിന്റെ വീടാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ആ സെമിന്ദാറിന്റെ വീട് ആക്രമിക്കുന്നത് രാജാ മാൻസിംഗ് നേരിട്ടാണ്. രാജാ മാൻസിംഗും ഒരു വലിയ ടീമും ആ സെമിന്ദാറിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറാൻ പോവുകയാണ്. വിവരമറിഞ്ഞ് ചിലപ്പോൾ പോലീസ് എത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ സെമിന്ദാറിന്റെ സംഘങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. അവരുമായി രാജാ മാൻസിംഗിന്റെ ടീം ഏറ്റുമുട്ടുമ്പോൾ ആ ഏറ്റുമുട്ടലിൽ പോലീസിനോ അല്ലെങ്കിൽ സെമിന്ദാറിന്റെ സംഘത്തിനോ ഒന്ന് സംശയം ഉണ്ടാക്കാൻ പുറകുവശത്ത് നിന്ന് അവരെ ആക്രമിക്കാനുള്ള ഒരു ടീമിനെ കൂടി റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ടീമിന് നേതൃത്വം കൊടുക്കുന്നത് സാക്ഷാൽ ദർബാറ സിംഗ് ആണ്. ദർബാറ സിംഗിന്റെ ടീമിലേക്ക് ദർബാറ സിംഗ് തന്നെ സുന്ദറിനെയും ഛോട്ടാ സിംഗിനെയും ചേർത്തിട്ടുണ്ട്. ദർബാറ സിംഗിന്റെ ടീമിൽ 7 ആളുകളാണ്. രാജാ മാൻസിംഗും ടീമും സെമിന്ദാറിന്റെ ബിൽഡിംഗ് ആക്രമിക്കുന്ന സമയത്ത് അവിടെ വലിയ സംഘടന നടക്കുകയാണെങ്കിൽ ആ ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്ത് വെടിവെപ്പ് ആരംഭിക്കാനാണ് ദർബാറ സിംഗിനും ടീമിനും കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ടീം അവിടെ നിന്ന് യാത്ര തിരിച്ചു. രാജാ മാൻസിംഗും ടീമും മുമ്പിലും തൊട്ടു പുറകിലായിട്ട് ദർബാറ സിംഗും ടീമും ആ രാത്രിയിൽ അവർ ഇറങ്ങി വന്ന വഴികൾ ശരിക്കും ഓർത്തെടുക്കാൻ ഛോട്ടാ സിംഗ് ശ്രമിക്കുന്നുണ്ട്. അടയാളങ്ങൾ നോക്കി വെക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവുമല്ല. മിക്കവാറും ഏത് സ്ഥലത്തേക്ക് നോക്കിയാലും ഒരേ ഭൂപ്രകൃതിയാണ്. എല്ലായിടത്തും ഒരേ പൊക്കത്തിലുള്ള മൺകൂനകളും കുറ്റിക്കാടുകളും ചെറിയ അരുവികളും ഓടകളും ഒക്കെയുള്ള ഒരു ഭൂപ്രദേശത്തു കൂടിയാണ് അവസാനം അവർ ചമ്പൽ നദിയുടെ ഭാഗത്തേക്ക് എത്തിയത്. നദി കടക്കുന്നവരെയും ആ ടീം ഒന്നിച്ചാണ് ഉണ്ടായിരുന്നത്.
നദി കടന്നതും ആ ടീം രണ്ടായി പിരിഞ്ഞു. അവരെത്തിച്ചേർന്നിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഗ്രാമത്തിന്റെ തെക്ക് വശത്തേക്ക് നീങ്ങിയാണ് ദർബാർ സിംഗ് ടീമും. അതേസമയത്ത് വടക്ക് ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുകയാണ് രാജാ മാൻസിംഗ് ടീമും. വടക്ക് ഭാഗം വഴിയാണ് അവർ സെമിന്ദാറിന്റെ വസതിയിലേക്ക് വരുന്നത്. ഗ്രാമത്തിന്റെ തെക്ക് വശം വഴി ദർബാർ സിംഗ് ടീമും ഗ്രാമത്തിലേക്ക് കടക്കും. ദർബാർ സിംഗ് ടീമും രാത്രി ഏകദേശം ഒരു 2 മണി ആകാറായപ്പോൾ ഗ്രാമത്തിന്റെ തെക്കേ അതിർത്തിയിലെത്തി. തെക്കേ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ തന്നെ അവർക്ക് കുറച്ച് ഉള്ളിൽ നിന്ന് വെടിയുടെ ശബ്ദം കേൾക്കാം. ശരിക്കും ചെവി തുളയ്ക്കുന്ന ശൈലിയിലുള്ള വെടിവെപ്പ് നടക്കുകയാണ്. രാജാ മാൻസിംഗും ടീമും പോലീസിനോട് ഏറ്റുമുട്ടുകയാണ്, അല്ലെങ്കിൽ സെമിന്ദാറുടെ ആളുകളോട് ഏറ്റുമുട്ടുകയാണ്. ആ വെടിയുടെ ശബ്ദം അതാ വിളിച്ചു പറയുന്നത്. അമ്പരന്ന് പോയ ദർബാർ സിംഗ് ഉടൻ തന്നെ ആകാശത്തേക്ക് നിറയൊഴിച്ചു. ആ 7 ടീം ആകാശത്ത് നിറയൊഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാജാ മാൻസിംഗിനെയും ടീമിനെയും എതിരിടുന്ന ആ പോലീസ് സംഘം അല്ലെങ്കിൽ സെമിന്ദാറുടെ സംഘം ഒന്ന് അമ്പരക്കും. രാജാ മാൻസിംഗിനും ടീമിനും സപ്പോർട്ട് വരികയാണെന്നോ അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത് ആക്രമണം തുടങ്ങിയെന്നോ അറിഞ്ഞിട്ട് പോലീസ് അങ്ങോട്ട് തിരിക്കാൻ സാധ്യതയുണ്ട്. പോലീസിന്റെയോ അല്ലെങ്കിൽ സെമിന്ദാർ ടീമിന്റെയോ ശ്രദ്ധ ഒന്ന് മാറ്റി പിടിക്കാനാണ് മറ്റൊരു പോർമുഖം യഥാർത്ഥത്തിൽ അവർ തുറക്കുന്നത്. ആകാശത്തേക്ക് ആ പ്രതീക്ഷയോടുകൂടി ദർബാർ സിംഗും ടീമും വെടിവെച്ചിട്ടും ഒരു മാറ്റവുമില്ല. അവർക്ക് അപ്പോഴും കുറച്ച് മാറി ശരിക്കും ഫയറിംഗ് ശബ്ദം കേൾക്കാം. രാജാ മാൻസിംഗിന്റെ ടീം അക്ഷരാർത്ഥത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെടുകയായിരിക്കും എന്നൊരു തോന്നൽ പെട്ടെന്ന് ദർബാർ സിംഗിനുണ്ടായി. ദർബാർ സിംഗ് അയാളുടെ കൂടെയുള്ള ബാക്കി 6 പേരോടായി പറഞ്ഞു, നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം, ശബ്ദമുണ്ടാക്കാതെ എന്നെ ഫോളോ ചെയ്യുക. ആ 7 ടീം ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി ആ രാത്രി ആ ഗ്രാമത്തിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഈ സമയത്ത് ഗ്രാമത്തിലെ വീടുകളിൽ ആളുകൾ ആരുമില്ല എന്ന് തന്നെ പറയാം. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ നിശബ്ദരായി ശബ്ദമുണ്ടാക്കാതെ എവിടെയൊക്കെയോ പതുങ്ങിയിരിക്കുകയാണ്. വെടിയുടെ ശബ്ദം എല്ലാവർക്കും കേൾക്കാം. ശബ്ദം മാത്രമല്ല, തീ ചിതറുന്നതൊക്കെ ദൂരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ നടന്നപ്പോൾ ദർബാർ സിംഗും ടീമും ആ ഫൈറ്റ് നടക്കുന്ന വെനുവിന് ഏകദേശം ഒരു 300 മീറ്റർ അടുത്തെത്തി. ദർബാർ സിംഗിനും ടീമിനും 300 മീറ്ററിന് മുന്നിൽ അവർ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഒരു വൻ പോലീസ് സേന സെമിനാറിന്റെ വസതി വളഞ്ഞു നിന്ന് സെമിനാറിന്റെ വസതിയിലേക്ക് നിറയൊഴിക്കുന്നതാണ് അവർ കാണുന്നത്. ഒരു വൻ ടീമാണ്. സെമിനാറിന്റെ വസതിയിലേക്ക് പോലീസ് നിറയൊഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ആ വസതിക്കുള്ളിൽ രാജാ മാൻസിംഗും അയാളുടെ കൂട്ടാളികളും അകപ്പെട്ടു എന്നാണ്. ശരിക്കും ഒരു ട്രാപ്പ് അവിടെ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് അമ്പരന്ന് പോയ ദർബാർ സിംഗിന് ആ കാഴ്ച വളരെ വ്യക്തമായി ഇപ്പൊ കാണാം. ആ സെമിനാറിന്റെ വസതിയിൽ നിന്ന് പോലീസ് നേരെ നിറയൊഴിക്കുന്ന കാഴ്ച ഒക്കെ കാണാം. ആ നിറയൊഴിക്കപ്പെടുന്ന സ്ഥലം നോക്കിക്കൊണ്ട് പോലീസ് സേന തിരിച്ചു നിറയൊഴിക്കുന്നുണ്ട്. ദർബാർ സിംഗിന്റെ വീടിന്റെ ജനാലകളും വാതിലുകളും പോലീസ് കൃത്യമായി ലക്ഷ്യം വെക്കുകയാണ്. ഏതെങ്കിലും വാതിൽ വഴി രാജാ മാൻസിംഗും കൂട്ടരും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചാൽ ആ നിമിഷം വെടിയേറ്റ് വീഴും. ആ കൂറ്റൻ ബംഗ്ലാവിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന രാജാ മാൻസിംഗിനെയും ടീമിനെയും പുറത്തെത്തിക്കാൻ അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ദർബാർ സിംഗ് അയാളുടെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, സ്റ്റാർട്ട് ഫയർ. പറഞ്ഞു എന്ന് മാത്രമല്ല, തറയിൽ കമിഴ്ന്നു കിടക്കുന്ന ദർബാർ സിംഗ് അയാളുടെ ഓട്ടോമാറ്റിക് ഗൺ പോലീസിനെ തിരിക്കുകയും ചെയ്തു. ശരിക്കും ഷാർപ്പ് ഷൂട്ടറാണ് ദർബാർ സിംഗ് എന്ന് അടുത്ത നിമിഷം ഛോട്ടാ സിംഗിന് മനസ്സിലായി. അയാളുടെ ആ ഓട്ടോമാറ്റിക് ഗണ്ണിൽ നിന്ന് വെടിയുണ്ടെങ്കിൽ പോലീസുകാർക്ക് നേരെ ചീറിപ്പായുമ്പോൾ അപ്രത്യക്ഷമായി തൊട്ടുപുറയിൽ നിന്ന് വെടിയുണ്ട തലയിലേക്ക് ഇടിച്ചു കയറിയ പോലീസുകാരുടെ തല പൊട്ടി പിളരുന്നത് ആ ദൂരത്തിൽ നിന്ന് ഛോട്ടാ സിംഗിന് കൃത്യമായി കാണാം. ഛോട്ടാ സിംഗും നിറയൊഴിക്കുന്നുണ്ട്. പക്ഷെ ഛോട്ടാ സിംഗ് ഗണ്ണ് ലേശം പൊക്കി പിടിച്ചിരിക്കുകയാണ്. ആ വെടിവെപ്പിനിടയിൽ അതാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. ദർബാർ സിംഗിനൊപ്പമുള്ള ആളുകളുടെ ഗണ്ണുകൾ ആ പോലീസുകാരെ ലക്ഷ്യം വെക്കുമ്പോൾ അല്പം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഛോട്ടാ സിംഗിന്റെ ഗണ്ണിൽ നിന്ന് വെടിയുണ്ടെങ്കിൽ ആകാശത്തേക്ക് പാഞ്ഞു പോവുകയാണ്. ശക്തമായ 2 ഫയറിംഗ് സ്ക്വാഡുകൾക്കിടയിൽ പെട്ടുപോയ പോലീസ് ഒരു നിമിഷം സ്ട്രക്ക് ആയതുപോലായി. അവർ പെട്ടെന്ന് അവിടെ ഫയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. എങ്ങോട്ട് വെടിവെക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. ബിൽഡിങ്ങിലേക്ക് വെടിവെക്കണോ അതോ പുറകിലേക്ക് വെടിവെക്കണോ, ആ ഒരു ചിന്തയാണ് ഇപ്പൊ പോലീസിന്റെ മനസ്സിലുള്ളത്. പെട്ടെന്ന് പോലീസ് ധാരണയിലെത്തി. പോലീസ് അതിവേഗം ദർബാർ സിംഗിന്റെ ടീമിന് നേരെ തിരിഞ്ഞു. അതാണ് രാജാ മാൻസിംഗും ടീമും ആഗ്രഹിച്ചിരുന്ന നിമിഷം. ആ നിമിഷത്തിൽ പുറകിലത്തെ വാതിൽ തുറന്ന് രാജാ മാൻസിംഗും ടീമും ഇരുട്ടത്തേക്ക് കടന്നു. ഈ സമയത്ത് ആ വീടിന്റെ മുകൾ ഭാഗത്ത് പല സ്ഥലത്തും പതുങ്ങി നിന്നിരുന്ന രാജാ മാൻസിംഗിന്റെ ആളുകൾ
പോലീസിനെ നിരന്തരം നിറയൊഴിക്കുന്നുമുണ്ട്. നിറയൊഴിച്ചുകൊണ്ടാണ് അവർ പുറകോട്ട് പിന്മാറുന്നത്. രാജാ മാൻസിംഗും ടീമും പുറകോട്ട് പിന്മാറുന്നത് സ്വാഭാവികമായും ദർബാർ സിംഗിന് മനസ്സിലാവുന്നുണ്ട്. ആ വെടിയുണ്ടകളുടെ ശക്തി കുറയുന്നത് ദർബാർ സിംഗിന് അറിയാം. പക്ഷേ ദർബാർ സിംഗും ടീമും ഏതാണ്ട് പെട്ടതുപോലെ ആയിരിക്കുകയാണ്. ശരിക്കും വെടിയുണ്ടകളുടെ ഒരു വർഷം തന്നെ അവർക്ക് നേരെ വരികയാണ്. അവർ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പുറകോട്ടും ഒക്കെ വെടിയുണ്ടകൾ ഇങ്ങനെ ചിതറുകയാണ്. അത് കണ്ടതും ദർബാർ സിംഗ് അയാളുടെ ടീമുകളോട് പറഞ്ഞു, നോക്ക്, നമുക്ക് അധികം നേരം ഇവിടെ ഇങ്ങനെ കിടക്കാൻ പറ്റില്ല, നമുക്ക് ഗ്രാമത്തിലൂടെ തെക്കോട്ട് ഓടാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദർബാർ സിംഗ് വെടി ഉതിർത്തുകൊണ്ട് തന്നെ ഓടി തുടങ്ങി. ദർബാർ സിംഗ് ഓടുന്ന സമയത്ത് ഛോട്ടാ സിംഗിന്റെ മനസ്സിൽ വല്ലാത്തൊരു കൺഫ്യൂഷനാണ്. താൻ ഇപ്പോ പോലീസിന് കീഴടങ്ങണോ അതോ അവർക്കിപ്പോ ഓടണോ? ഈ സമയത്ത് പോലീസിന് കീഴടങ്ങാൻ ചെന്നാൽ പോലീസ് ചിലപ്പോ തെറ്റിദ്ധരിച്ചിട്ട് ആള് വെടിവെച്ച് കൊന്നാലോ? ആ ഒരു കൺഫ്യൂഷൻ ഛോട്ടാ സിംഗിനുണ്ട്. താനിപ്പോ പോലീസാണോ അതോ കൊള്ളക്കാരനാണോ എന്നൊരു സംശയം ഛോട്ടാ സിംഗിന് തന്നെ തോന്നിയ നിമിഷമാണ്. ഒരു നിമിഷം ഒന്ന് ശങ്കിച്ചു പോയെങ്കിലും ഛോട്ടാ സിംഗും വെടിയുതിർത്തുകൊണ്ട് അതിവേഗം പുറകോട്ട് ഓടി. ആ ഇരുട്ടത്ത് ദർബാർ സിംഗും ഛോട്ടാ സിംഗും സുന്ദറും അടങ്ങിയ ടീം ആ ഇരുട്ടത്തേക്ക് ഓടി കയറുമ്പോൾ തൊട്ടുപുറകെ ഓടിയുന്ന പോലീസ് അവരുടെ കയ്യിലുള്ള ടോർച്ച് ഉപയോഗിച്ചാണ് ആ ലക്ഷ്യം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ദർബാർ സിംഗും ടീമും തിരിച്ച് വെടിവെക്കാതായതോടുകൂടി മുന്നിലുള്ള ലക്ഷ്യം ഏതാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലീസിനുണ്ട്. പോലീസ് അതിവേഗം ഓടി വരുന്നുണ്ട്. ഓടുന്ന അവരുടെ കയ്യിലെ ടോർച്ചിന്റെ പ്രകാശമാണ് മുന്നിൽ ആകെയുള്ള പ്രകാശം എന്ന് പറയുന്നത്. ആ പ്രകാശത്തിൽ ഏതെങ്കിലും നിഴൽ ചലിക്കുന്ന കണ്ടാൽ ആ ഭാഗത്തേക്ക് വെടിയുതിർക്കുക എന്നല്ലാതെ പോലീസിന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ വഴി നേരെ തെക്കോട്ടാണ് ഓടുന്നതെന്ന് പോലീസിന് അറിയാം. ഇതിനിടയിൽ ഛോട്ടാ സിംഗ് മറ്റൊരു കാര്യം കണ്ടു. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാളുകൾ താഴെ വീണു. ഇപ്പൊ ഛോട്ടാ സിംഗും സുന്ദറും ദർബാർ സിംഗും പിന്നെ രണ്ടുപേരുമേ ഉള്ളൂ. രണ്ടുപേർ വെടിയേറ്റ് താഴെ വീണ് കഴിഞ്ഞു. ബാലൻസ് ഉള്ള അഞ്ചംഗ ടീം ഗ്രാമത്തിന്റെ തെക്ക് ഭാഗം ലക്ഷ്യമാക്കി ഓടുമ്പോൾ ദർബാർ സിംഗ് അയാളുടെ കൂടെയുള്ളവരോട് പറഞ്ഞു, നോക്ക്, നമുക്കിപ്പോ വലത്തേക്ക് തിരിയാം, അവർ നമ്മൾ നേരെ പോയിന്ന് കരുതും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദർബാർ സിംഗ് വലതു ഭാഗത്തേക്ക് ഓടി. ദർബാർ സിംഗ് വലതു ഭാഗത്തേക്ക് ഓടിയതും ബാക്കിയുള്ളവരും അയാളെ ഫോളോ ചെയ്തു. അവർ വലതു ഭാഗത്തേക്ക് അതിവേഗം ഓടുമ്പോൾ പതുക്കെ പതുക്കെ അവർ ഫോളോ ചെയ്യുന്ന ആളുകളുടെ ശബ്ദം കുറഞ്ഞു തുടങ്ങി. അതിന്റെ അർത്ഥം വ്യക്തമാണ്. അവർ ഫോളോ ചെയ്ത പോലീസ് സംഘം നേരെ ഓടിയിരിക്കുകയാണ്. ആ ഗ്രാമത്തിന്റെ തെക്കേ അതിർത്തി ലക്ഷ്യമിട്ടുകൊണ്ട് പോലീസ് ഓടിപ്പോയിരിക്കുകയാണ്. ശരിക്കും ഒരു ആശ്വാസം. കുറെ ദൂരം ഓടിപ്പോ ദർബാർ സിംഗിന് ടീമിനും ഉണ്ടായി. ആ ടീം നന്നായി കിതയ്ക്കുന്നുണ്ട്. അവരെ കൂടെയുള്ള ആളുകളുടെ എണ്ണം 7 നിന്ന് 5 കുറഞ്ഞിരിക്കുകയാണ്. ശരിക്കും കുറെ ദൂരം ഓടിയപ്പോ ഒരു അനക്കവും പുറകിൽ നിന്ന് ഇല്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ദർബാർ സിംഗ് അല്പനേരം ഒന്ന് ശ്വാസമെടുത്തു. അയാൾ കൂടെയുള്ളവരോട് പറഞ്ഞു, ഇനി ഭയക്കേണ്ടെന്നാ തോന്നുന്നത്, നമുക്ക് നോർത്ത് സൈഡിലേക്ക് തിരിയാം. അങ്ങനെ പറഞ്ഞിട്ട് ആ ഗ്രാമത്തിന്റെ വടക്ക് ഭാഗം ലക്ഷ്യമാക്കി ദർബാർ സിംഗ് നടന്നു തുടങ്ങി. ദർബാർ സിംഗിന് ആ ഗ്രാമത്തിന്റെ ലൊക്കേഷൻ വ്യക്തമായി മനപ്പാടമാണ്. അയാൾക്കൊപ്പം ഛോട്ടാ സിംഗും സുന്ദറും ബാക്കിയുള്ള രണ്ടാളുകളും ഫോളോ ചെയ്യണം. ആ ടീം ഏകദേശം ഒരു 30-35 മിനിറ്റ് നടന്നു കാണും. സമയം ഇപ്പോ ഏകദേശം ഒരു 4 മണിയാകാറാവും. പെട്ടെന്നാണ് വെടിയുടെ ശബ്ദം കേട്ടത്. എന്താണ് സംഭവിക്കുന്നത് ഛോട്ടാ സിംഗിന് മനസ്സിലാകുമ്പോൾ ദർബാർ സിംഗ് ഛോട്ടാ സിംഗിനെ പിടിച്ച് താഴ്ത്തിയിരുന്നു. ഛോട്ടാ സിംഗും ദർബാർ സിംഗും താഴേക്ക് വീഴുമ്പോൾ ഛോട്ടാ സിംഗ് അയാളുടെ കൺകോണിലൂടെ ആ കാഴ്ച കണ്ടു. അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന സുന്ദറിന്റെ തലയിലൂടെ ഒരു വെടിയുണ്ട കടന്നുപോയത്. വെടിയേറ്റ് സുന്ദർ ഒത്തിരി പുറകോട്ടങ്ങ് തെറിച്ചു. ശരിക്കും അയാളുടെ തലയിലേക്ക് പതിച്ച വെടിയുണ്ടയുടെ ഫോഴ്സിൽ സുന്ദർ ഒത്തിരി പുറകോട്ട് തെറിക്കുകയായിരുന്നു. സുന്ദറും കൂടെ ഒരാളുമാണ് വീണിരിക്കുന്നത്. ഇപ്പോ ദർബാർ സിംഗും ഛോട്ടാ സിംഗും ഒരാളും മാത്രമാണ് അവശേഷിക്കുന്നത്. 7 ടീമിൽ 3 പേരെ ബാലൻസ് ഉള്ളൂ. തറയിൽ പതുങ്ങിക്കിടക്കുന്ന ദർബാർ സിംഗിനും ഛോട്ടാ സിംഗിനും കൂടെയുള്ള മറ്റേ വ്യക്തിക്കും അവരുടെ തലയ്ക്ക് മുകളിലൂടെ കടന്നു പോകുന്ന വെടിയുണ്ടകളുടെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും ഇരുട്ടത്ത് എവിടെയാണ് ആളെന്നറിയാതെ പോലീസുകാർ നിറയൊഴിക്കുന്നതാണ്. പെട്ടെന്ന് ദർബാർ സിംഗ് അയാളുടെ കൈ കൊണ്ട് അവിടേക്കൊന്ന് പരതി. അയാളുടെ കയ്യിലേക്ക് ഒരു കല്ല് കിട്ടി. ആ കല്ല് അയാൾ അവിടെ കിടന്നുകൊണ്ട് ഒരൊറ്റ എറി. ആ കല്ല് അല്പം ദൂരെ ഒരു സ്ഥലത്ത് ചെന്ന് വീണതും അതിന് ഫലമുണ്ടായി. പോലീസിന്റെ എൻറ്റയർ ടീം ആ ഭാഗത്തേക്ക് തുരുതുര നിറയൊഴിച്ചു തുടങ്ങി. പോലീസിന്റെ മുഴുവൻ ടീമും ആ ഭാഗത്തേക്ക് തുരുതുര നിറയൊഴിച്ചു തുടങ്ങിയതും പെട്ടെന്ന് മൂങ്ങയുടെ ഒരു മോങ്ങൽ കാട്ടിനകത്ത് നിന്ന് ദർബാർ സിംഗ് കേട്ടത്. ആ മോങ്ങൽ കേട്ടതും ദർബാർ സിംഗിന്റെ ഭാഗത്ത് നിന്ന് അതേ ശൈലിയിൽ ഒരു മോങ്ങലുണ്ടായി. ഒരു കരച്ചിൽ ദർബാർ സിംഗ് ആവർത്തിച്ചതാണ്. ആ കരച്ചിൽ ദർബാർ സിംഗ് ആവർത്തിച്ചതും അതിന് ഒരു ഫലമുണ്ടാവുകയാണ്. കാടിനകത്ത് നിന്ന് പോലീസ് നേരെ തുരുതുര വെടിയുണ്ടകൾ പാഞ്ഞു വന്നു. രാജാ മാൻസിംഗും കൂട്ടരും ആ ഗ്രാമത്തിന്റെ വടക്ക് ഭാഗം വഴി കാട്ടിലേക്ക് കടക്കുമ്പോഴാണ് ഈ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. അവർക്ക് ദർബാർ സിംഗ് ടീമിന് നേരെയാണ് പോലീസ് നിറയൊഴിക്കുന്നത് മനസ്സിലായതാണ്. ദർബാർ സിംഗ് ടീം എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അവര് ആ കരച്ചിൽ ശബ്ദം ഉണ്ടാക്കിയത്. ദർബാർ സിംഗ് കൃത്യമായി കരഞ്ഞ് അവരുടെ ഐഡന്റിറ്റി വെളിവാക്കിയതോടുകൂടി മറുഭാഗത്തുള്ളത് പോലീസാണെന്ന് മനസ്സിലാക്കാൻ
രാജ മാൻസിംഗിന്റെ ടീമിനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആ മറുഭാഗത്തേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് രാജ മാൻസിംഗിൻ ടീമിന്റെയും നിറൊഴിച്ചു തുടങ്ങിയോടുകൂടി വെടിയുടെ ഒരു പൂരം തന്നെ അവിടെ ഉണ്ടാവുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെടിശബ്ദം ഏതാണ്ട് തീർന്നു. ദർബാർ സിംഗ് ഛോട്ടാ സിംഗിനോട് പറഞ്ഞു, ബാ നമുക്ക് മൂവ് ചെയ്യാം. ദർബാർ സിംഗും ഛോട്ടാ സിംഗും മൂന്നാമനും കൂടി നദിയുടെ കരയിലേക്കാണ് ഓടുന്നത്. പെട്ടെന്നാണ് ഒരു തണുപ്പ് ഛോട്ടാ സിംഗിന് അനുഭവപ്പെട്ടത്. ആ തണുപ്പ് അനുഭവപ്പെട്ടതും ഛോട്ടാ സിംഗ് അയാളുടെ വലത് കൈ നെഞ്ചിലേക്ക് വെച്ചു. ആ വലത് കൈയിൽ ഒരു നനവ് പടരുകയാണ്. ആ രംഗം ദർബാർ സിംഗ് കണ്ടു. ദർബാർ സിംഗ് എന്തോ ചോദിക്കുന്നത് ഛോട്ടാ സിംഗ് കേൾക്കുകയും ചെയ്തു. ഛോട്ടാ സിംഗിന് ബോധം വീഴുമ്പോൾ ഛോട്ടാ സിംഗ് കാടിനകത്താണ്. ഛോട്ടാ സിംഗിനെ ആക്രമിച്ച് പോലീസുകാരിൽ ബാലൻസ് ഉണ്ടായിരുന്ന ആള് നദിക്കരയിലേക്ക് ഓടുകയായിരുന്ന ദർബാർ സിംഗിനെയും ഛോട്ടാ സിംഗിനെയും കൂടെയുള്ള ആളെയും ലക്ഷ്യമാക്കി വെടിയുതിർത്തതാണ്. ഛോട്ടാ സിംഗും കൂടെയുള്ള ആളും വെടിയേറ്റ് താഴെ വീണു. വെടിയേക്കാതിരുന്നത് ദർബാർ സിംഗിന് മാത്രമാണ്. ഛോട്ടാ സിംഗിന്റെ അടുത്ത് ആരൊക്കെയോ നിപ്പുണ്ട്. കണ്ണു തുറന്ന ഛോട്ടാ സിംഗിന്റെ കണ്ണ് പെട്ടെന്ന് തന്നെ അടഞ്ഞു. രണ്ടാമത് ഛോട്ടാ സിംഗ് കണ്ണു തുറക്കുമ്പോൾ ഛോട്ടാ സിംഗ് ശരിക്കും രാജ മാൻസിംഗിന്റെ ആ കേന്ദ്ര സംവിധാനത്തിനകത്താണ്. ആ കൂറ്റൻ കോട്ടയ്ക്കകത്താണ് ഇപ്പോ സാക്ഷാൽ ഛോട്ടാ സിംഗ് ഉള്ളത്. ഛോട്ടാ സിംഗ് കണ്ണ് ഒന്ന് തുറന്നു. അയാൾ കണ്ണു തുറക്കുമ്പോൾ തൊട്ടടുത്ത് ദർബാർ സിംഗ് ഉണ്ട്. ദർബാർ സിംഗ് അയാളെ കണ്ടതും ഉറക്കെ ചോദിച്ചു, ഏയ് റാവു കണ്ണുറന്ന ഏയ് ബ്രദർ കണ്ണടക്കരുത്. അത് കേട്ടതും ഛോട്ടാ സിംഗ് അയാളോട് പറഞ്ഞു, ഏയ് എനിക്ക് രാജാ സാഹിബിനെ കാണണം, എത്ര പെട്ടെന്ന് രാജാ സാഹിബിനെ വിളിക്കും. രാജാ സാഹിബിനെ വിളിക്കാനായി ഛോട്ടാ സിംഗ് പറഞ്ഞതും ഉടൻ തന്നെ വിവരം രാജ മാൻസിംഗിനെ ആളുകൾ അറിയിച്ചു. അല്പനിമിഷത്തിനകം രാജ മാൻസിംഗിന്റെ മകൻ തഹസിൽദാർ സിംഗും ദർബാർ സിംഗിനൊപ്പം ഓടി അവിടെ എത്തി. രാജ മാൻസിംഗ് സന്തോഷത്തോടു കൂടി ഛോട്ടാ സിംഗിന്റെ അടുത്തേക്ക് കുനിഞ്ഞിരുന്ന് അയാളോട് പറഞ്ഞു, ഏയ് മോനെ നിനക്കൊന്നും പറ്റില്ല, നീ കണ്ണോർന്നല്ലോ, നന്നായി. രാജ മാൻസിംഗ് കുനിഞ്ഞ് അവനോട് അങ്ങനെ പറഞ്ഞതും ഛോട്ടാ സിംഗ് രാജ മാൻസിംഗിനോട് പറഞ്ഞു, രാജാ സാഹിബ് എന്നോട് ക്ഷമിക്കണം, എന്റെ പേര് ബാപ്പിത് റാവു എന്നല്ല, ഞാനൊരു പോലീസ് ഇൻസ്പെക്ടറാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ, നിങ്ങളുടെ താവളം കണ്ടുപിടിക്കാൻ രഹസ്യമായി നിങ്ങളുടെ കൂടെ കൂടിയതാണ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളുടെ താവളം കണ്ടുപിടിച്ചെങ്കിലും എനിക്ക് അത് ആരോടും പറയാൻ പറ്റിയില്ല. എനിക്ക് അതിൽ സത്യമായിട്ടും സന്തോഷമുണ്ട്. രാജ മാൻസിംഗ്, അങ്ങ് ഒരു മഹാനാണ്. അങ്ങ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്. അങ്ങ് ശരിയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ. എനിക്ക് അങ്ങയെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഏയ് സുഹൃത്തെ, അതൊക്കെ വിട്ടേക്ക്, നീ ജീവിതത്തിലേക്ക് മടങ്ങുക. ഇല്ല സാഹിബ്, എനിക്ക് ഇനി അധികം സമയമില്ല, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. രാജാ സാഹിബ്, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സോറി. അയാള് രണ്ടാമത്തെ തവണ സോറി എന്ന് പറഞ്ഞതും ഛോട്ടാ സിംഗിന്റെ കണ്ണൊന്ന് പിടഞ്ഞു. രാജ മാൻസിംഗ് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഛോട്ടാ സിംഗിന്റെ ബോഡി ഒന്ന് അനങ്ങി, പിന്നെ നിശ്ചലമായി. രാജ മാൻസിംഗ് എന്ന പേര് കേട്ട കൊള്ളക്കാരനെ കണ്ടുപിടിക്കാനും അയാളെ പിടികൂടാനുമായി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായി ഇറങ്ങിത്തിരിച്ച ഛോട്ടാ സിംഗ് അവിടെ അങ്ങനെ അവസാനിച്ചു. ശരിക്കും ഈ കാഴ്ച കണ്ട് നിർനിമിഷനായി നിൽക്കുകയാണ് സാക്ഷാൽ ദർബാർ സിംഗ്. ദർബാർ സിംഗ് ആണ് ഛോട്ടാ സിംഗിനെ ആ സംഘത്തിലേക്ക് കൂട്ടിയത്. സംഘത്തിലേക്ക് താൻ കൂട്ടിക്കൊണ്ടുവന്നത് സാക്ഷാൽ ഒരു ഇൻസ്പെക്ടറെ ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ദർബാർ സിംഗിന് ഒരു വല്ലാത്ത അറിവാണ്. പക്ഷെ അതേ സമയത്ത് ഛോട്ടാ സിംഗ് നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നൽ ദർബാർ സിംഗിനും ഉണ്ട്. ആ തോന്നലോടുകൂടി ദർബാർ സിംഗ് ഛോട്ടാ സിംഗിനെ നോക്കുമ്പോൾ രാജ മാൻസിംഗ് അയാളുടെ അനുയായികളോട് പറഞ്ഞു, ഇവനെ പൂർണ്ണ ബഹുമതിയോട് കൂടി വേണം നമ്മൾ സംസ്കരിക്കാൻ. രാജ മാൻസിംഗ് ആവശ്യപ്പെട്ടതുപോലെ ചമ്പൽ നദീതീരത്ത് ഒരു ചിത ഒരുങ്ങുകയുണ്ടായി. ആ ചിത സാക്ഷാൽ ഛോട്ടാ സിംഗിനുള്ള ചിതയാണ്. ചിത കത്തി തുടരുമ്പോൾ സാധാരണഗതിയിൽ ഒരു സേനാ ഉദ്യോഗസ്ഥനോ ഒരു ഗവൺമെന്റ് പ്രതിനിധിയോ മരണപ്പെടുമ്പോൾ ആകാശത്ത് നിറയൊഴിക്കും പോലെ രാജ മാൻസിംഗിന്റെ ടീമംഗങ്ങൾ ഒന്നടങ്കം ഛോട്ടാ സിംഗിന്റെ ആ ചിതയ്ക്ക് ചുറ്റുമായി നിന്ന് ആകാശത്തേക്ക് നിറയൊഴിക്കുകയായിരുന്നു. തികച്ചും അമ്പരപ്പിക്കുന്നതാണ് ആ രംഗം. രാജ മാൻസിംഗിന്റെ കഥ ഇതുപോലെ അനവധി അതിശയങ്ങൾ നമുക്ക് നൽകുന്നതാണ്. മറ്റൊരവസരത്തിൽ മറ്റൊരു കഥയുമായി നിങ്ങളുടെ അടുത്തേക്ക് രാജ മാൻസിംഗുമായി ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ രാജ മാൻസിംഗും ഛോട്ടാ സിംഗും എന്ന കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.